സജ്ജന സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് ഇന്നത്തെ ഇവിടെ വേദിയായിരിക്കുന്ന ആചാര്യൻ ശങ്കരനാരായണ ശർമ്മ, അദ്ദേഹത്തിൻ്റെ കൂടെ പാരായണത്തിനെത്തിയിരിക്കുന്ന സഹോദരി തങ്കമണി, പിന്നെ ഇവിടേക്കെത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബിജു, എല്ലാവർക്കും ഈ മംഗളകരമായ സന്ധ്യാവേളയിൽ സന്തോഷത്തോടെ സ്വാഗതം മൂന്നുകയാണ്. ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര കെടുതായ ഈ ദുരിതത്തിൻ്റെ ഇടയിലും നമ്മുടെ ഈ കാര്യം തുടർന്ന് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിച്ചില്ല. വെറുതെ വായിക്കാം. ആദ്യം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു തരത്തിലുള്ള ആശയ്ക്കും വഴിയില്ലാതിരുന്ന സമയത്ത് വിചാരിച്ചു, ശരി ഞാനും 10 കൂടി എന്നിട്ടൊന്ന് വായിക്കാം മുഴുവനും, അങ്ങനെ ആവട്ടെ ഇത്തവണത്തെ എന്നാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ ദേവി തന്നെ മനസ്സിൽ തോന്നിപ്പിച്ചു, അതുപോരാ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് വിടുന്നത്? എത്രയൊക്കെ തിന്മ ചുറ്റിനുമുണ്ടെങ്കിലും ഇരുട്ടുണ്ടെങ്കിൽ വിളക്ക് കുറച്ച് വയ്ക്കാതിരിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് നന്മ ചെയ്യുന്നത് എന്തിനാണ് വേണ്ടെന്ന് വെക്കുന്നത്? അത് ചെയ്തുകൊണ്ടേയിരിക്കൂ. കേൾക്കുന്നവർ കേൾക്കട്ടെ. അതിൻ്റെ ആ തരംഗങ്ങൾ ഈ ആനന്ദനാമിൽ പരന്നു നിൽക്കണ്ടേ. അതുകൊണ്ട് ഒരു തരത്തിലും മനസ്താപപ്പെടേണ്ട, ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മനസ്സിന് തോന്നി എന്തെങ്കിലും ഒരു വ്യത്യാസമാവട്ടെ ഇത്തവണ. അപ്പോൾ നമ്മൾ സാധാരണ സപ്താഹമാണ്, അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം നാരായണീയ സപ്താഹം, ഒരു പ്രാവശ്യം രാമായണ സപ്താഹം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇത്തവണ മലയാളത്തിലായാലല്ല, മലയാള ഭാഷയിലെ ഭാഗവതം ഇപ്പോൾ നമ്മളൊന്നും അധികമൊന്നും വായിക്കുന്നില്ല. പണ്ടൊക്കെ ഇങ്ങനെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ രാമായണമൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ മലയാളം വായിച്ച് പറഞ്ഞു തരാനൊക്കെ പറ്റുന്ന ഒരാളെ വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലേക്ക് വിളിച്ച് ചോദിച്ചു. അപ്പോൾ നന്ദാത്മചാര്യൻ്റെ 3-4 പേരുടെ പേര് പറഞ്ഞു. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞത് ആചാര്യൻ്റെ പേരാണ്. അപ്പോൾ വേഗം കോണ്ടാക്ട് ചെയ്തപ്പോൾ സന്തോഷത്തോടെ വരാമെന്ന് സംബന്ധിച്ചു. അങ്ങനെ നമ്മൾ ഡേറ്റൊക്കെ പതിവുമാതിരി തന്നെ രോഹിണി ദിവസം 4-ാം ദിവസം ഭരണമാതിരിയായിട്ട് അങ്ങനെയൊക്കെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തു. ഇനി ഒക്കെ ഭഗവാന്റെ കയ്യിലാണ്. അപ്പോൾ എങ്ങനെയാണ് വീടാന്തരം എത്തിക്കാൻ സാധിക്കില്ലല്ലോ? അപ്പോൾ അതിൻ്റെ ടെക്നോളജി ഉണ്ടല്ലോ, കേൾക്കേണ്ടതൊക്കെയാണ്. അപ്പോൾ അത് ചെയ്തു തരാൻ സുധാകരൻ തയ്യാറായി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്തവണ ഓഫ്ലൈനും ഓൺലൈനായിട്ട് നടത്തുന്നുണ്ട്. ഇവിടെ വരാവുന്നവരൊക്കെ ഇവിടെ വന്ന് കേൾക്കും. ഇവിടെ വരാത്തവർക്ക് വേണ്ടി വീട്ടിലിരുന്നാലും ഏതെങ്കിലും ഭാഗം പ്രത്യേകിച്ച് ഇപ്പോൾ വരാഹാകാരമാണ് കേൾക്കണം, ആഹാരമാണ് കേൾക്കണം എന്ന് തോന്നിച്ചാൽ അത് അവർക്ക് സൗകര്യമാതിരി കേൾക്കാനുള്ള അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സന്ധ്യാവേളയിൽ എത്ര പേര് വരുന്ന ഞാൻ വാസ്തവത്തിൽ സ്വപ്നം കണ്ടില്ല കേട്ടോ. വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. നിങ്ങളൊക്കെ നിങ്ങളുടെ വിലപിടിച്ച സമയവും എല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് മുഖംമൂടി ധരിച്ചുകൊണ്ടും മുഖംമൂടി ധരിക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ പറയും, കൊറോണ നമ്മുടെ കർമ്മയോഗം പഠിപ്പിക്കാൻ കൊറോണ ചെയ്യുന്നത് എന്നുവെച്ചാൽ റേഡിയോ ഓൺ ചെയ്ത ഉടനെ പറയും 3 കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? ആദ്യം തന്നെ സംഘത്തിൽ പഠിപ്പിച്ചു തരുന്നത് ആരും നിന്നെയല്ല, ആണെങ്കിൽ എല്ലാവരും നിന്നെയാണ്. അപ്പോൾ എല്ലാവരും ആയിട്ട് അകലം പാലിക്കുക, ആരെയും അധികം അടുപ്പിക്കേണ്ട. നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരുന്നു, മിനിസ്റ്റേഴ്സൊക്കെ വന്നപ്പോൾ വേണ്ടാത്തവരെ ആരും നിങ്ങളുടെ സ്വന്തക്കാരെ ആരും ഓഫീസിനുള്ളിൽ കണ്ടുപോയിരുന്നു. അതേമാതിരി അധികം സ്വന്തക്കാരെയൊന്നും അധികം അടുപ്പിക്കണ്ട. വേണ്ടത് വൃത്തിയായിട്ട് എല്ലാവർക്കും സമത്വം യോഗം ഉച്ചത് എന്നുള്ള മാതിരി ചെയ്യുക. അതും പഠിച്ചു. പിന്നെയാണ് നമ്മുടെ മാസ്ക് ധരിക്കണം. എന്തിനായി മാസ്ക് ധരിക്കണേ? നമ്മുടെയുള്ള ഇൻഫെക്ഷൻ പുറത്തേക്കും പോകരുത്, പുറമുള്ള ഇൻഫെക്ഷൻ നമുക്കും വരരുത്. അത് തന്നെയാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, ആത്മനോ മോക്ഷാർത്ഥം ജഗദ്ഹിതായച്ച. ഈ ചെയ്യുന്ന എപ്പോഴും നല്ലത് ചെയ്തുകൊണ്ടിരുന്നോളൂ, മറ്റുള്ളവർക്ക് ഗുണത്തിനായിരിക്കട്ടെ, മറ്റുള്ളവരുടെ ചെയ്യുന്നത് നിങ്ങളുള്ളിലേക്ക് അബ്സോർബ് ചെയ്യാതിരിക്കുന്നു. അപ്പോൾ കൊറോണയിൽ കൂടിയും ഒരു ആധ്യാത്മിക തത്വം തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ എവിടെ നോക്കിയാലും നിറഞ്ഞു നിൽക്കുന്നതായ ചൈതന്യം നന്മയിൽ കൂടിയും തിന്മയിൽ കൂടിയും നമ്മളെ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തിനാ നല്ല കാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കുന്നത്? അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ ഭാഗവത പാരായണം ആരംഭിക്കുകയാണ്. പതിവുമാതിരി ഇന്ന് മഹാത്മ്യ കുറച്ച് പാരായണം, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രവചനം, അത് കഴിഞ്ഞ് നാളെ മുതൽക്ക് രാവിലെ 6 മണിക്ക് വിഷ്ണു സഹസ്രനാമം പതിവ് പോലെ, അത് കഴിഞ്ഞിട്ട് പാരായണം കുറേ നേരം, അത് കഴിഞ്ഞിട്ട് പ്രഭാഷണം, അത് കഴിഞ്ഞ് പതിവ് മാതിരിയുള്ള
ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ബ്രേക്കുകളൊക്കെ കൂടി നമ്മൾ പതിവുമായി തന്നെ എല്ലാം നടക്കുന്നതായിരിക്കും. നിങ്ങൾക്കാർക്കും വലിയ വിഷമമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാം. അതുകൊണ്ടാണ് പദ്ധതിക്ക് വെച്ചിരിക്കുന്നത്. അകലം പാലിച്ചുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വേണമെങ്കിൽ ഇരുന്ന് കേൾക്കാം. അതുകൊണ്ട് തെറ്റ് മടിക്കണ്ട, നല്ലത് ചെയ്യാൻ മടിക്കണ്ട എന്നൊരു വലിയൊരു പാഠം നമ്മൾ പഠിക്കണം. നന്മ ചെയ്യുമ്പോൾ മാത്രം എന്തുകൊണ്ട് നമ്മുടെ കയ്യിൽ പിന്നാക്കം വരുന്നു. നന്മ ചെയ്യാൻ വരുമ്പോൾ മനസ്സ് 100,000 അതിൻ്റെ കുഴപ്പങ്ങൾ കാണും. എന്തിനാണൊക്കെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. വിവേകാനന്ദ സ്വാമി എപ്പോഴും പറയും, ഏതൊരു ഇൻഫെക്ഷൻ വരണമെന്നുണ്ടെങ്കിലും ആദ്യം നമ്മുടെ ഉള്ളിൽ അതിനെ ഇൻവൈറ്റ് ചെയ്യപ്പെടാണ് വരുന്നത്. അപ്പോൾ ഭഗവാന്റെ നാമം വെച്ചുകൊണ്ടിരിക്കുക എന്നൊരു കവിഞ്ഞ് ഈ മനസ്സിനെ ശുദ്ധീകരിക്കാൻ ഈ കരികാലത്ത് വേറെ എന്താണുള്ളത്. അപ്പോൾ അതിലേക്ക് കിടക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും ആശീസ്സുകളുടെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിൽ എല്ലാവരോമി യദസ്നാമി യജുഗോമി ദദാമി തപസ്യാമി ഗോവിന്ദ തത്കരോമി തദർപ്പണം എന്നുള്ള ആ ഭാവത്തോടുകൂടി നമുക്ക് ഈ പരിപാടിയിലേക്ക് ഇടാം. അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം വാഗീശാദ്യസ്സു മനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യോ തം നമാമി ഗജാനനം ഗജാനനമഹം വന്ദേ ഗജാസുരനിബൃഹണം നിബർഹണം സിദ്ധിബുദ്ധിയുതം ദേവം ഭക്തവിഘ്നഭയാവഹം ശ്രീഗുരോശ്ചരണാംബോജം യസ്യാം നിശി വിരാജിതേ തസ്യൈതി ചേതമസ്കൂർമ്മക്കായേന മനസാ ഗിരം ഏതിടത്തൻ ഗുരുവിൻ പാദപത്മം ലസിപ്പതും അദ്ദിക്കിനെ നമിക്കുന്നേൻ ദേഹവാൻ മാനസങ്ങളാൽ പാഹി പാഹി ജഗദ്വന്ദ്യേ നമസ്തേ ഭക്തവത്സലേ നമസ്തുഭ്യം 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 ശ്രീരാമകൃഷ്ണായ. ഒരു സത്യം എന്നും നമ്മൾക്ക് ജീവിതത്തിൻ്റെ ഭാഗമാക്കി നിർത്താൻ സാധിക്കുന്ന ഒരു പുരാണം, ശ്രീമദ് ഭാഗവതം എന്ന ഈ പുരാണം. പുരാണം എന്ന ശബ്ദത്തെ തന്നെ പലതരത്തിലും വ്യാഖ്യാനിക്കാറുണ്ട്. പുരാ അഭിനവം,
ഇന്നും നൂതനമായ ധാരയെ നമ്മളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ വളരെ പഴഞ്ചാനായതെന്നോ അതല്ലെങ്കിൽ പഴമയുള്ളതെന്നോ എല്ലാറ്റിനും ഉപരി നമുക്കെന്നും കഴിഞ്ഞു പോയവർക്കും ഇപ്പോഴുള്ളവർക്കും നവാഗതന്മാർക്കും ഒരുപോലെ സ്വീകാര്യമായത്. അതാണ് ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത. ശ്രീകൃഷ്ണ ഭഗവാനെ ഒരു കേന്ദ്രബിന്ദുവായി നിർത്തിക്കൊണ്ട് ഈ ലോകചര്യകൾ അനുഷ്ഠിക്കുന്നതായ സകല ജീവരാശികൾക്കും ശ്രേയോന്മുഖതയ്ക്ക് വേണ്ടി എന്താണോ അറിയേണ്ടത് അതിനെ അറിയിക്കാൻ ശ്രീ വേദവ്യാസ മഹർഷി അനേക പുരാണ രചന ചെയ്തു. അദ്ദേഹത്തിന് മനസ്സന്തോഷകാരകം വന്നില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന് ശ്രീനാരദ മഹർഷി ഉപദേശിച്ചു. പക്ഷേ ശ്രീനാരദ മഹർഷിക്ക് ഉപദേശിച്ചവരുടെ പ്രത്യേകതയുണ്ട്. അത് സനകാദികളാണ്. അങ്ങനെ സനകാദികൾ നമുക്കെല്ലാവർക്കും ആരാധ്യനായ ശ്രീ വേദവ്യാസനും ആരാധ്യനായിട്ടുള്ള ആളാണ്. അങ്ങനെ ആദിമർഷിവര്യന്മാരെന്ന് പറയുന്ന നരനാരായണന്മാർക്ക് എത്ര സ്ഥാനം നമ്മൾ കൽപ്പിക്കുന്നുണ്ടോ അതുപോലെയാണ് സനകാദി. അവരാണ് ഭാഗവത മഹത്വത്തെ ശ്രീനാരദ മഹർഷിക്ക് ഇവിടെ പകർന്നു കൊടുക്കുന്നതായി പറയുന്നു. ശ്രോതാവും വക്താവും വളരെ ഉത്തമമായ ഭാവത്തിലുള്ളവർ, അങ്ങനെ ഒരു ഉയർന്ന തലത്തിലുള്ളവർ തമ്മിലുള്ള സംവാദത്തെ നമ്മൾ എന്നും വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ തീർച്ചയായും നമ്മളിൽ എന്താണ് ഉണ്ടായിരിക്കേണ്ടത്? നമ്മളിൽ ഒരു പരിവർത്തനം. ഒരു മനുഷ്യൻ ജനിച്ച് ജീവിച്ച് മരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ തൃഷ്ണകൾ, ശരീരഭാഗങ്ങൾ ഇതെല്ലാം പലതരത്തിലുള്ളതായിട്ട് പോഷണങ്ങൾ സംഭവിക്കും. അങ്ങനെയുള്ള ആ ശരീര പോഷണം സംഭവിക്കുന്നതോടൊപ്പം ഇന്ദ്രിയങ്ങൾ കർമ്മവാസനകളിൽപ്പെട്ട് നന്മയെന്നും തിന്മയെന്നും പുണ്യമെന്നും പാപമെന്നും പറയുന്നതായുള്ള പങ്കിലമായ ലോകങ്ങളിൽ അലയുമ്പോൾ ജീവൻ എങ്ങനെയാണോ സ്വസ്ഥമായിരുന്ന് ഇതിനെയെല്ലാം വീക്ഷിക്കുന്നത്? ഈ ശരീരമല്ല ജീവനാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നതെന്നും ഈ ശരീരത്തിൽ അശരീരിയായ ഭാവത്തിലൂടെ സകലത്തിനെയും സാക്ഷീപുരുഷനായി ദർശിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ഏക സ്വരൂപമാണ് എന്ന ശ്രീമദ് ഭാഗവത സിദ്ധാന്തം. അത് നമ്മൾക്ക് എന്നും അസാധ്യകരമായി തീരാൻ ഭഗവാന്റെ ഈ ചെയ്തികൾ, ഏതൊരു യജ്ഞപുരുഷനാണോ തൻ്റെ ഭ്രാമീസ്ഥിതി വിട്ട് ഭഗവാന്റെ മുക്കാലമൃതമായുള്ളോൻ കാലാലിങ്ങു ഭവിക്കുന്നു ഇക്കാലം ജഗത്തുകൾ. അങ്ങനെ ത്രിപാദമൃത ഉദ്വൈത പുരുഷ പാദോസ്യേഹാഭവത്പുന അതോ വിഷ്യാമശരേ. ഇങ്ങനെ ഭഗവാന്റെ ആ വിരാട് സ്വരൂപം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് എന്തെല്ലാമാണോ ഈ പ്രാപഞ്ചിക ശക്തികൾ നിലനിൽക്കാൻ വേണ്ടി ഉപയോഗിച്ചത് അതിനെല്ലാം കാരണഭൂതമായത് ശ്രീകൃഷ്ണ പരമാത്മാവാണ് എന്ന് ശ്രീമദ് ഭാഗവതം ഇവിടെ സമർപ്പിക്കുന്നു. എന്തിനാണ് ശ്രീമദ് ഭാഗവതം ഇങ്ങനെ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന ഒരു കേന്ദ്ര ബിന്ദുവിലേക്ക് വിരൽ ചൂണ്ടുന്നത്? ഇതിന് നമുക്ക് നമ്മുടെ ജീവിതവും മരണവും തമ്മിൽ ഒന്ന് പരസ്പരം മാറ്റുരയ്ക്കേണ്ടി വരും. ഒന്ന് ശരീരം ലഭിക്കുക എന്നൊരു മറ്റും, പിന്നെ ആ ശരീരത്തിനെ അനുസന്ധാനം ചെയ്തുകൊണ്ട് 6 തലത്തിൽ നമുക്ക് ശരീരം നിലനിർത്താൻ വേണ്ടി അസ്തിത്വം മുതൽ ജീർണത എന്നുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോൾ വിപരിണമതയെ ഇതിലെന്ത് ചെയ്യുന്നു? കർമ്മം കൊണ്ട് ശരീരത്തെ പോഷിപ്പിക്കും. പക്ഷേ ആ കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ വാസന യഥാർത്ഥത്തിൽ ദുഷ്കരമായി തീരുന്നത്, ദുഷ്ടചിന്തകളായി തീരുന്നത്, അത് നമുക്ക് ആപത്ത് ലോകങ്ങൾ, ദുഃഖലോകങ്ങൾ പ്രദാനം ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ചിന്താധാര, നമ്മുടെ എല്ലാ കർമ്മങ്ങൾ ഇതെല്ലാം ഈശ്വരീയ ഭാവത്തിൽ അനുഷ്ഠിക്കാൻ ഇടവരണം. കാലം അനുകൂലമോ പ്രതികൂലമോ എന്ന് ഉപനിഷത്ത് എവിടെയും പറയുന്നില്ല. എന്താണ് കാരണം? പ്രഭാതവും പ്രദോഷവും വേനലും വരിഷവും ഋതുഭേദവും എല്ലാം കാലത്തിന്റെ പിടിയിൽ ഒതുങ്ങി നിൽക്കും. മനുഷ്യന്റെ ശരീരവും അങ്ങനെ തന്നെയാണ്, കാലത്തിന്റെ പരിമിതിയിൽ അല്ലെങ്കിൽ പിടിയിൽ ഒതുങ്ങി നിൽക്കും. പക്ഷേ ഈ കാലത്തിന് അതീതമായ ഒരവസ്ഥയാണ് കാലസ്വരൂപനല്ലോ പരമേശ്വരൻ എന്ന് പറയുന്നത് പോലെ കാലാതീതനായി വർത്തിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ കാലാതീതമായ
ഈ കഥയെ, ഭഗവാന്റെ വാഗ്മയി സ്വരൂപത്തെ നമ്മൾ ശ്രവണം, മനനം, നിധിധ്യാസനം എന്ന അഷ്ടാംഗയോഗങ്ങളിൽ പറയുന്നതായ ചില ചര്യകളിൽ ശ്രീമദ് ഭാഗവതം എന്ന പുരാണത്തെ ശ്രവിക്കാൻ ഇന്ന് നമുക്ക് അനുകൂലമായ ഒരു സ്ഥിതി സ്വാമി വിവേകാനന്ദന്റെ ഏറ്റവും മുഖ്യമായ ഈ ഭാരതത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ഏതൊരു യതിയാണോ സഞ്ചരിച്ചത് ആ യതിന്റെ നാമകരണത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു സൗഭാഗ്യം വന്നിരിക്കുകയാണ്. ഞാനിവിടെ വരാൻ അനേക സ്ഥലങ്ങളിൽ ദേവി ഭാഗവതവും ശ്രീമദ് ഭാഗവതവും രാമായണവും എല്ലാം പാരായണം ചെയ്യാറുണ്ടെങ്കിലും ഒരു ആശ്രമ സമിതങ്ങളിൽ വളരെ അപൂർവമായിട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില സത്രങ്ങളിലെന്നോ അതല്ലെങ്കിൽ ആധ്യാത്മിക കേന്ദ്രങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലങ്ങളിലോ ഒന്നും പ്രോഗ്രാം ചെയ്തു എന്ന് പറയാൻ സാധിക്കില്ല. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, പാറമേക്കാവ് എന്ന ക്ഷേത്രങ്ങളാണ് ഏറ്റവും പ്രധാനമായി എല്ലാ സ്ഥലങ്ങളിലും ഭാഗവതത്തിന് തിരഞ്ഞെടുക്കുക. മറ്റു പല സ്ഥലങ്ങളിലും നടക്കാറുണ്ടെങ്കിലും ഞാനവിടെ എത്തിപ്പെടാറില്ല. അതുകൊണ്ട് എന്നെ അറിയാത്തവരായിരിക്കും കൂടുതൽ, അറിയുന്നവർ വളരെ വിരളമേ ഉണ്ടാവും. അങ്ങനെ അധികം പ്രശസ്തിയോ അല്ലെങ്കിൽ അറിവോ ഒന്നും ഇല്ലാത്ത എന്നെ ഇവിടേക്ക് നിയോഗിക്കപ്പെടാൻ ഒരു കാരണമായത് ശ്രീരാമകൃഷ്ണ പരമ്പരയിൽപ്പെട്ട ഒരു യതിവര്യനാണ്, സ്വാമി നന്ദാത്മജാനന്ദ. അദ്ദേഹം എൻ്റെ ഉപനിഷത്ത് വ്യാഖ്യാതാവായ ഈ ശിവശങ്കരൻ നായർ, അദ്ദേഹം ഭഗവത്ഗീതയ്ക്കും ഉപനിഷത്തിനും വ്യാഖ്യാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പലരും അറിയും. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഞങ്ങൾ കുറേ ആൾക്കാർ പോകാറുണ്ട്. അങ്ങനെ ആ ഒരു പരിചയമാണ്. സ്വാമി നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ശിവേട്ടനേക ശിഷ്യന്മാരെ സ്വാമി അറിയും. അതുകൊണ്ട് എന്നെയും പരിചയപ്പെടാൻ വന്നു. അങ്ങനെ പലപ്പോഴും സ്വാമി സത്രങ്ങൾക്കും മറ്റൊക്കെ സംസാരിക്കാൻ പോകുമ്പോൾ ഇടയ്ക്ക് എന്നോട് വെറുതെ വിളിച്ചു ചോദിക്കും, നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ, എനിക്ക് ദശമസ്കന്ധത്തിലെ പ്രകാശരവധം അഘാസരവധമൊക്കെയാണ് പ്രഭാഷണത്തിൽ കിട്ടിയ സബ്ജക്റ്റ്, അവിടെയൊക്കെ എന്താ വേദാന്തം പറയുക, അങ്ങനെ പറയുക. അപ്പൊ എനിക്ക് എൻ്റെ ആശയങ്ങൾ എന്നെ അറിയുന്നത് ഞാൻ സ്വാമിയോട് കിട്ടുന്നു. സ്വാമിയിൽ നിന്ന് എനിക്ക് ലഭിക്കും, എൻ്റെ നിന്ന് സ്വാമി എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണോ എനിക്കറിയില്ല. പക്ഷേ ഈ പരിചയം ഒരു സൗഹൃദത്തിനേക്കാൾ ഉപരി അദ്ദേഹം വളരെ അപൂർവമായിട്ട് വിളിക്കാറുണ്ടെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ വളരെ സ്നേഹമായിട്ട് പെരുമാറും. മാത്രമല്ല ഞങ്ങൾ ശിവേട്ടൻ്റെ സ്മരണ എന്തെങ്കിലും കണ്ടെന്ന് അതിനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അത് സംസാരിക്കാറുണ്ട്. ആ ഒരു ബന്ധമാണ് ഇവിടേക്ക് എത്താൻ. കൂടാതെ നിങ്ങളെല്ലാം ദീദി എന്നും അമ്മ എന്നും വിശേഷിപ്പിക്കുന്ന ഡോക്ടർ ലക്ഷ്മി കുമാരി, എൻ്റെ ശിവേട്ടൻ്റെ ഒരു അഷ്ടോപനിഷത്തുക്കളുടെ പ്രകാശനകർമ്മം നടക്കുമ്പോൾ അവരും വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇങ്ങനെ എൻ്റെ ഗുരുബോധന്മാരുടെ ഒരു പരമ്പര, ആ ഒരു ആശീർവാദമാണ് ഇവിടെ എത്തിച്ചേരാൻ ഇടവന്നത്. തീർച്ചയായും ഇവിടെ മുഖങ്ങളെല്ലാം സുപരിചിതമല്ലെങ്കിലും എല്ലാ മനുഷ്യരാശികളും ആധ്യാത്മിക ജീവിതത്തിൽ ഒന്നിക്കുമ്പോൾ അവിടെ നമുക്ക് ഇഷ്ടാനിഷ്ടങ്ങളില്ല. എല്ലാവരും ഒരേ പന്ഥാവിൽ സഞ്ചരിക്കുന്നത്. എങ്ങനെയാണോ പല കൈവഴികളായി ഒഴുകിയിറങ്ങുന്ന ജലം സമുദ്രത്തിൽ വന്നു ചേർന്നാൽ അത് ഗംഗാനദി എന്നോ ചർമ്മനദി എന്നോ വേത്രവതി എന്നോ കാവേരി എന്നോ വിശേഷണമില്ലാതെ ഒന്നായി സാഗരം അല്ലെങ്കിൽ സമുദ്രം എന്നതിൽ അറിയപ്പെടുന്നു. എങ്ങനെയാണോ അനേക തേനീച്ചകൾ വ്യത്യസ്തമായ പുഷ്പങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള കണങ്ങൾ തുറന്ന് തന്റെ തേനട്ടിയിൽ കൊണ്ടുവന്ന് വെച്ചാൽ പിന്നീട് അത് ചെമ്പരത്തിപ്പൂവിന്റെയാണോ റോസാപ്പൂവിന്റെയാണോ താമരപ്പൂവിന്റെയാണോ മുല്ലപ്പൂവിന്റെയാണോ വേർതിരിച്ചെടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഒന്നായിത്തീരുന്നത്. ഇതുപോലെ നമ്മൾ ഏകമനസ്കരായി വ്യത്യസ്ത ശരീരികളാണെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥാശ്രവണത്തിൽ ഇന്ന് താല്പര്യം ജനിച്ച് ഈ അനേക ഋഷി പരമ്പരയിൽ ജനിച്ച ഭാരതത്തിലെ ഒരു പൈതൃക സമ്പത്ത്, ആ പൈതൃക സമ്പത്താണ് നമുക്ക് ഈ ആധ്യാത്മിക ചര്യ പകർന്നു തന്നത്. അതുകൊണ്ട് ശ്രവണം ചെയ്യാനോ മനനം ചെയ്യാനോ നിധിധ്യാസനം ചെയ്യാനോ ആർക്കാണോ ശ്രദ്ധ ഭവിക്കുന്നത് തീർച്ചയായും അവർ ഋഷി പരമ്പരയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു മഹാപരമ്പരയിൽപ്പെട്ട ഒരാശ്രമ സമിതത്തിൽ എത്തിച്ചേരാനും ശ്രീമദ് ഭാഗവതം നമുക്ക് കേൾക്കാനും ഏഴവസ്ഥകളുണ്ട്. ഇന്ന് ഇവിടെ നമുക്ക് ഭാഗവതത്തിന്റെ മാഹാത്മ്യം ഒരു പാരായണവും അതിനോടനുബന്ധിച്ച് എന്താണ് ഭാഗവത മഹത്വം എന്ന് അത് വാചികമായി നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല. പക്ഷെ എങ്കിലും നമുക്ക് വാഗേന്ദ്രിയമാണ് യഥാർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങളെ സംവദിക്കാൻ വേണ്ടിയും ചിലതെല്ലാം നമുക്ക് വ്യംഗ്യഭാഷകളിലൂടെ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തത് നമ്മൾ വാചികമായ പ്രാണന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്നത്
വാക് സ്വരൂപമാണ്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ആസന്നമായാൽ അവന്റെ വാഗേന്ദ്രിയം തന്നിലേക്ക് അടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് സംസാരശേഷി നഷ്ടപ്പെട്ടു. ബാക്കി എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിച്ചില്ലെങ്കിലും അവൻ ജീവിച്ചിരിക്കും. പക്ഷെ വാഗേന്ദ്രിയം പോയാൽ പിന്നെ പ്രാണൻ ആ ശരീരത്തിൽ അനേക സമയം നിൽക്കില്ല. അതുകൊണ്ടാണ് ഉപനിഷത്ത് തന്നെ പറയുന്നത് 5 രസസമ്മേളനങ്ങളെ കുറിച്ച് പറയുന്നത്. ഭൂതങ്ങൾക്ക് മുഴുവൻ കാരണമായ ബ്രഹ്മാണ്ഡലോകത്തിനു ഭൂമിസാരം, ഭൂമിക്കു സാരം ജലമാണുപോലും, ജലത്തിനോ ഔഷധിയാണു സാരം. ആ ഔഷധിയാണ് മനുഷ്യന്റെ സാരവത്തായിട്ട്. മനുഷ്യന്റെ സാരവത്തായിട്ട് എന്താണെന്ന് വാക്കാണ്. വാക്കിന് സാരം. ആ ഋതമാണ് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായി, മനസ്സിന്റെ രൂപത്തിലാവുമ്പോഴാണ് നമ്മൾ മനസ്സിലായി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ വാഗേന്ദ്രിയം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ വാഗ്മയി സ്വരൂപമായ ശ്രീമദ് ഭാഗവതത്തെ നമ്മൾ ആരാണോ പഠിക്കുന്നത്, ആരാണോ കേൾക്കുന്നത്, അവർക്ക് തീർച്ചയായും ഇഹപര ദുഃഖങ്ങളില്ലാതെ എന്നും നൈഷാരണ്യ ഭൂമി എങ്ങനെയാണോ ഋഷിമാരെ 3 കാലങ്ങളെയും അഭിതമിച്ചു കൊണ്ട് നിന്നത്, അതായത് അവർക്ക് ഭൂതമെന്നോ ഭൗതികമെന്നോ വർത്തമാനമെന്നോ വിഷയങ്ങളില്ലാതെ കാലാതീതമായ ശ്രീകൃഷ്ണ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരുന്നത്, ആ നൈമിഷാരണ്യ തുല്യമായ ഈ ശരീരത്തിൽ എടുത്തുകൊണ്ടും നമുക്ക് സാധ്യമാണ് എന്ന് പ്രകീർത്തിക്കുകയാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് ഈ ഭാഗവതത്തെ ആരാണോ ഉപാസിക്കാൻ തയ്യാറാകുന്നത് അവർക്ക് ഈ ഭാരതഖണ്ഡത്തിൽ തീർച്ചയായും ശ്രീകൃഷ്ണ ഭഗവാന്റെയും രാധികാദേവിയുടെയും ഏതെല്ലാം തരത്തിലുള്ള അനുഗ്രഹാശിസുകളാണോ ലഭിക്കുന്നത് അതെല്ലാം ഈ ശ്രീമദ് ഭാഗവത ഉപാസന കൊണ്ട് ഇവിടെയും ലഭിക്കും. എവിടെയെടുത്ത് ഉപാസിച്ചാലും നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് കാലത്തിന് യാതൊരു വിധത്തിലുള്ള പ്രത്യേകതകളും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ ഇടയില്ല. രോഗാവസ്ഥ കൊണ്ട് പലതരത്തിലുള്ള മൂല്യച്യുതികളുടെ കാരണത്താൽ വന്ന വിഷമങ്ങളെ കൊണ്ട് ഈ ലോക ജനത, സകല ജീവരാശികളിൽപ്പെട്ടുള്ള മനുഷ്യൻ എന്ന ഈ ജീവരാശിക്ക് വലിയൊരു വിപത്ത് സംഭവിച്ചിരിക്കുന്നു. പക്ഷേ ആ വിപത്തിലും മനുഷ്യൻ പലതരത്തിലും വ്യാമോഹത്തിൽപ്പെട്ട് അവന്റെ ഭാവി ലോകത്തെ കുറിച്ച് ആലോചിച്ച് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ദുഃഖിക്കുന്നു, സന്തോഷിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ശരീരം തന്നെ ശാശ്വതമല്ല എന്ന് ഋഷിമാർ പറയുക. അതുകൊണ്ട് ഈ ശരീരത്തിൽ ഇരുന്ന് ചെയ്യാവുന്നത് തപോ ബ്രഹ്മയതി തപസാ ബ്രഹ്മജിജ്ഞാസ. അങ്ങനെ ഒരു തപോഭൂമി അല്ലെങ്കിൽ താപസന്മാർ ജനിച്ച് ജീവിച്ച് കടന്നുപോയ ഭാരത ഋഷിമാരെന്ന് പറയുന്നത് ഭാരതഭൂമിയിൽ വാണ പൂർവിക ഋഷികളെ, പാരിതിൻ സ്ഥൂല സൂക്ഷ്മ തത്വാർത്ഥവേദികളെ, സത്യവും അസത്യവും നിത്യവും അനിത്യവും ഉത്തമ വിവേകത്താൽ കണ്ണൊരു ദിവ്യന്മാരെ, വിത്തിങ്കൽ മഹാവൃക്ഷം തത്വത്തിൽ ബ്രഹ്മാണ്ടവും വിഷ്ടിയിൽ സമഷ്ടിയും കണ്ടൊരു സൂക്ഷ്മജ്ഞരെ, പരയിൽ പശ്യന്തിയും മധ്യമ വൈകാരിയും ഒഴിച്ചത് കണ്ട നാദശാസ്ത്രജ്ഞന്മാരെ, നിങ്ങളെ നമിക്കുന്നു, നിങ്ങളെ നമിക്കുന്നു, മംഗളം മന്ദിരാനായി നിങ്ങളെ നമിക്കുന്നു. ഇങ്ങനെ നാദശാസ്ത്രം പരാപശ്യന്തി മധ്യമ വൈഖരി എന്ന 4 ഭാവങ്ങളായി സഞ്ചരിക്കുന്നു. ഏത് ധർമ്മത്തിലും 4 പാദങ്ങളാണ് അടിസ്ഥാനമായിട്ട് പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദാന്തവും പറയുന്നത്. അതുകൊണ്ട് ആ ചതുഷ്പാത്തായി നിലകൊള്ളുന്നതായ ഒരു ധർമ്മം പരാപശ്യന്തി മധ്യമ വൈഖരി എന്ന് പറയുന്നതായ 4ാമത്തെ അവസ്ഥയിലാണ് നമുക്ക് വാക്ക് ജനിക്കുന്നത്. വൈഖരിയായി വാഗേന്ദ്രിയം പ്രവർത്തിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ പരാ എന്ന ശബ്ദത്തിൽ എന്നാണ്. പക്ഷെ ഈ പരാദർശനം ചെയ്തവർ എഴുത്തച്ഛനെ പോലെ ഭാഗ്യശാലികൾ പര 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 പരമ പാഹിമാം പര എന്ന അവസ്ഥ ആനന്ദമാണ് എന്ന് അറിഞ്ഞൊരാൾക്കല്ലേ പറയാൻ സാധിക്കുള്ളൂ. അങ്ങനെ അത് ആ പര എന്ന സ്വരൂപത്തെ അറിഞ്ഞ, പ്രത്യേകിച്ച് ഗായത്രി പോലെയുള്ള മഹാമന്ത്രങ്ങൾ ജനിച്ച ഒരു പുണ്യഭൂമിയാണ് ഭാരതം. അതിനെ ദർശിച്ച പ്രണവത്തിന്റെ വ്യാകൃതികളായ മുതലായിട്ടുള്ള വ്യാകൃതികൾ ഈ പുണ്യചരിതന്മാർ ജീവിച്ചു പോയ ഭൂമിയിൽ മനുഷ്യനായി ധരിക്കാൻ സാധിക്കും. ഇതുവരെ നമ്മൾ എന്തു നേടി മരിപ്പോളം എന്തു നഷ്ടപ്പെടാനുണ്ടെന്നറിഞ്ഞേ പറ്റൂ. ഈ മനുഷ്യ ജന്മം എന്ന് പറയുന്നത് ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോകും. അതിനിടയ്ക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക, എന്താണ് നമ്മൾ ചെയ്തത്? എല്ലാ മൃഗങ്ങളെ പോലെ തന്നെ ആഹാര
ഉപാധിക്ക് വേണ്ടി ഉള്ള ജീവിതമാണോ നമ്മുടെ ലക്ഷ്യം? അതല്ലെങ്കിൽ വീണ്ടും പ്രജകൾ ജനിച്ച് അവരിൽ നിന്ന് ഇത് പരിപോഷിപ്പിക്കപ്പെടുന്നത് ഭൗതികമായ സമ്പത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണോ വേണ്ടത്? അതല്ല, ഇതെല്ലാം ഈ 4 ആശ്രമങ്ങൾ കഴിഞ്ഞ് ഒരു അത്യാശ്രമം പോലെ ഇതെല്ലാം പരിത്യജിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് പ്രവേശിക്കുകയാണോ വേണ്ടത് എന്ന് സ്വയം തീരുമാനിക്കാം. അതിന് ജാതിനാമാദികൾക്കല്ല ഗുണഗണം. പ്രായത്തിനും അവിടെ പ്രത്യേകതയില്ല. 5 വയസ്സിലും പ്രത്യക്ഷമാക്കിയിടും അഞ്ജന വർണ്ണനേങ്കിടങ്ങൾ. 90 വയസ്സായ ചേരപ്പറമ്പന് വിഷമുണ്ടായിട്ടില്ല, 5 വയസ്സായിട്ടുള്ള ദിവനും വിഷമുണ്ടായിട്ടില്ല. ഇപ്പൊ പ്രായമല്ല മനുഷ്യൻ ഇങ്ങു പക്വതയ്ക്കു നിദാനമായി ശ്രേയമാണത് കൃത്തടത്തിനകത്തു ചേർന്ന വിശുദ്ധിയാം. 100 വർഷമിരിക്കലും അതിന്മേലെ ഇങ്ങു വസിക്കലും ബാലഭാവമകന്നിടാത്തവരെത്രയോ ഭൂവിണ്ടമോ. അപ്പോ അങ്ങനെ ജീവിക്കുകയല്ല, തീർച്ചയായും നമുക്ക് നമ്മളെ അറിയാൻ വേണ്ടി ശ്രമിക്കാനുള്ളൊരു അവസരമാണ്. അത് വേണ്ടതുപോലെ ലോകാകുലത്താൽ പലതരത്തിലും പല രാജ്യങ്ങളും ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഭാരതത്തിൽ നമുക്ക് അത്രയൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഓരോ സ്ഥലത്തും നമ്മൾ മീഡിയയിലൂടെ അറിയുമ്പോൾ നമുക്ക് അത് നമ്മുടെ ബന്ധുമിത്രാദികളോ അല്ലെങ്കിൽ നമ്മുടെ നിന്ന് പറയാൻ ഇടയില്ലാത്തവരമായതുകൊണ്ട് നമുക്കതിനോട് ഒരു വ്യാകുലതയോ ഒരു വിഷമമോ ചിലപ്പോൾ തോന്നിയില്ലാന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. മനുഷ്യനെന്ന ഈ ജീവരാശിക്ക് വന്ന വിപത്ത് അത് നമ്മളിൽ എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പൊ അതുകൊണ്ട് നേരത്തെ അമ്മ പറഞ്ഞതുപോലെ നമുക്ക് യോഗചര്യ അനുഷ്ഠിക്കാൻ വേണ്ടി ഈ കർമ്മയോഗത്തെ ഈ സ്വീകരിക്കുമ്പോൾ അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു അർച്ചനയായി മാറ്റാൻ സാധിക്കണം. വാചികമായ തപസ്, മാനസികമായ തപസ് എല്ലാം ഭഗവാൻ ഭഗവത്ഗീതയിൽ 17-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അതുപോലെ നമുക്ക് ശ്രീമദ് ഭാഗവതം എന്ന ഈ ഗ്രന്ഥത്തിലൂടെ വലിയ രഹസ്യം ഇവിടെ വിചിന്തനം ചെയ്യാം, ഇത് കേൾക്കാം. തീർച്ചയായും എന്നെ ഇവിടേക്ക് പറഞ്ഞ് ഞാനിവിടെ നേരിട്ട് കാണാൻ വേണ്ടി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എഴുത്തച്ഛൻ്റെ ഭാഗവതം ആണ് എല്ലാവരും കേരളത്തിൽ മുഴുവൻ ഒരു പ്രചാരമുള്ള ഗ്രന്ഥമായതുകൊണ്ട് അമ്മയും പറഞ്ഞതെന്നോട് തന്നെ. പക്ഷേ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സുബ്രഹ്മണ്യ തിരുമുമ്പിൻ്റെ ഒരു ഏകദേശം 4 പദം തർജ്ജമയായി ഒരു ഗ്രന്ഥമുണ്ട്. അക്കിത്തം ഭാഗവതത്തിന് അടുത്ത കാലത്ത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ശാസ്ത്രികളാണ് വിവർത്തനം ചെയ്യുന്നത്. പക്ഷേ അതിന് അദ്ദേഹം ചില സ്കന്ധങ്ങളെ തന്നെ അത് ഒന്നാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് 12 സ്കന്ധങ്ങൾ എന്ന് പറയുന്നതായ ഭഗവാന്റെ ശരീരഭാഗങ്ങളെ വർണ്ണിക്കുന്നത് എന്ന് അതിനെ ആധികാരികമായിട്ട് പറയാമില്ല. അപ്പൊ 12 സ്കന്ധങ്ങൾ വേണം, 318 അധ്യായങ്ങളാണെങ്കിൽ അത് അധ്യായങ്ങൾ വേണം. അതേപോലെ ഗ്രന്ഥസംഖ്യാ വിഷയങ്ങളെ പോലെ തന്നെ ഇതിൽ ഭക്തികൾ വേണം. അങ്ങനെ എല്ലാം കൊണ്ടും നോക്കുമ്പോൾ ശ്രീമദ് ഭാഗവതത്തിന് തത്തുല്യമായ സുബ്രഹ്മണ്യ തിരുമുമ്പിന്റെ വിവർത്തനം അനുഷ്ഠുപചന്ദ്രൻ ശ്ലോകങ്ങൾക്ക് അതേപോലെ തന്നെ അങ്ങനെ ഓരോ വൃത്തങ്ങളും മാറി വരുമ്പോൾ, ശ്ലോകസംഖ്യകൾക്ക് അക്ഷരകാലങ്ങൾക്ക് വ്യത്യാസം വരുമ്പോൾ അദ്ദേഹം അത്രയും അക്ഷരങ്ങളും ആശയം ഒരിക്കലും ചോർന്നു പോവാത്ത രീതിയിൽ ശ്രീമദ് ഭാഗവതത്തെ മലയാളത്തിൽ കേരളത്തിലുള്ളവർക്ക് മലയാളം എന്ന ഭാഷയ്ക്ക് നമുക്ക് അനുഗ്രഹമായി ശ്രീമദ് ഭാഗവതത്തെ ശ്രമിക്കാൻ ഒരു അവസരമാണ് അദ്ദേഹം തന്നത്. അദ്ദേഹം ദേവി ഭാഗവതത്തിന്, ശ്രീമദ് ഭാഗവതത്തിന്, ഭദ്രകാളി മഹാത്മ്യത്തിന്, സൗന്ദര്യ ലഹരിക്ക്, അതുപോലെ തന്നെ ദുർഗാസപ്തശതി എന്ന് പറയുന്ന ദേവി മഹാത്മ്യത്തിന്, ശങ്കര ദിഗ്വിജയം, ദശോപനിഷത്തുക്കൾ അദ്ദേഹം വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ തൈത്തിരിയോപനിഷത്ത് മാത്രമേ ഇന്ന് നിലവിലുള്ളൂ. ബാക്കിയെല്ലാം അദ്ദേഹം അയച്ചു കൊടുത്തു. പക്ഷേ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി, കാലഘട്ടപ്പെട്ടു. ഇങ്ങനെ അദ്ദേഹം അനേക ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലാവരും കേൾക്കുക എന്ന രാഷ്ട്രീയക്കാരനായിട്ടാണ്. സുബ്രഹ്മണ്യ തിരുമുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാടുന്ന പടവാളം എല്ലാം വിശേഷിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരനായിട്ടാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ജീവിതം അദ്ദേഹം ആരംഭിക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ജയിൽവാസ സമയത്താണ്. അവിടെ അദ്ദേഹത്തിന് പാരായണം ചെയ്യാൻ ലഭിച്ച പുസ്തകം എന്ന് പറയുന്നത് അദ്ദേഹം മഹാഭാരതത്തെ കഴിഞ്ഞിട്ടു. അവിടെയാണ് അദ്ദേഹത്തിന്റെ ധർമ്മശാസ്ത്രം, ധർമ്മസംഹിത അദ്ദേഹത്തെ തിരിച്ചു പിടിച്ചത്. ഞാൻ ചെയ്യുന്നത് ലോകക്ഷേമാർത്ഥമാണെങ്കിൽ ശ്രീ വേദവ്യാസൻ എത്രയോ മുമ്പ് തന്നെ ലോകക്ഷേമകരമായ അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്ന് സ്വയം ഉൾവരിക്കും. അങ്ങനെ തന്റെ എല്ലാ മീറ്റിംഗുകളും മാറ്റിവെച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ മഞ്ഞൾ ഭജിക്കാൻ തീരുമാനിച്ചു. ഭാഗവതോത്തരം ചെയ്തു. ആമുഖ ശ്ലോകത്തിൽ തന്നെ തീയേയുള്ളു ജഗത്തിനെ ആറുമണിത്രയ്ക്കും കൃപാലോലയായി മായേ സുംബതി സുംബമ
കനിഞ്ഞേകേണമേ നിസ്തുലശ്രീയെയും പരമക്രിയയും ഒടുവിൽ കൈവല്യധാമത്തെയും. ഇങ്ങനെ അദ്ദേഹത്തിന് ആ ദേവി ദർശനം നൽകി. അതിന്റെ പേരിലാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ദേവി ഭാഗവത രചന ചെയ്തത്. ശ്രീമദ് ദേവി ഭാഗവതത്തിന്റെ മൂലശ്ലോകം വിവർത്തനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ഗ്രന്ഥത്തിൽ ലക്ഷ്മി ദേവിയുടെ കയ്യിൽ പാവകം എന്ന് ശ്ലോകത്തിൽ കണ്ടു, മൂലശ്ലോകം. അപ്പൊ അദ്ദേഹം ഞാൻ എഴുതില്ല, ലക്ഷ്മി ദേവിയുടെ കയ്യിൽ ചൂടുള്ളതാണ്, ഞാൻ എഴുതില്ല, അന്ന് തുണി എഴുതുന്നില്ല എന്ന് വെച്ചു. പക്ഷെ അന്ന് രാത്രി ദേവി സ്വപ്നത്തിൽ പറയുകയാണ് പാവകം എന്നുള്ളത് പാവനം നാട്ടിക്കൂടെ. അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലെ ദർശനം അങ്ങനെ തോന്നുകയാണ്. അപ്പൊ അദ്ദേഹം വീണ്ടും അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് സാക്ഷാൽ ശ്രീ ജഗദംബിക തന്നെ അദ്ദേഹത്തിന് സ്മരണ പുതുക്കി ദേവി ഭാഗവതത്തിന് അദ്ദേഹം ജീവൻ കൊടുത്തു. ആ ദേവി ഭാഗവതം കേരളത്തിൽ ഇന്ന് വളരെ പ്രധാനമാണെങ്കിലും ഒരു കാലത്ത് ഈ ഭഗവത്കാരും കൈകാര്യം ചെയ്യുന്ന ശ്രീമദ് ഭാഗവതം അദ്ദേഹം ഇത് പ്രിന്റ് ചെയ്ത് പുറത്തിറക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടു. അന്ന് ദേവി ഭാഗവതം മാത്രമേ അദ്ദേഹത്തിന് പുറത്തിറക്കാൻ സാധിച്ചു. ശ്രീമദ് ഭാഗവതത്തിന് വാഗ്ഭവ പബ്ലിക്കേഷൻസ്, അതായത് സുബ്രഹ്മണ്യത്തിനും പിന്നെ മൂത്ത മകൻ വേണുവാണ്, അവരാണ് വാഗ്ഭവയ്ക്ക് കൊടുത്തതും. അവർ 800 പുസ്തകങ്ങൾ അടിച്ചവർ നിർത്തി. അത് പ്രീ പബ്ലിക്കേഷനിൽ വെച്ചു. അതിലൊരു 600 പുസ്തകം വരെ മാക്സിമം ചിലവായി. അപ്പൊ അതുകൊണ്ട് അവര് പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീട് മാലാ സാഹിത്യ പ്രകാശനം ഏറ്റെടുത്തു. അവര് അവരുടെ പുസ്തകങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിന് മാത്രമല്ല പ്രാധാന്യം. അതുകൊണ്ട് അവരും ആദ്യം ഈ ഗ്രന്ഥത്തിന് എവിടെയും പ്രചാരമില്ലാത്തത് കൊണ്ട് അവരും അത് മുന്നോട്ട് കൊണ്ടുപോയി. അവസാനം വേണ്ടുവേണ്ട ഇപ്പോൾ മാതൃഭൂമിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ മാതൃഭൂമിയിൽ അക്കിത്തത്തിന്റെ ഭാഗം ഉള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് പ്രകാശനം ചെയ്യും എന്നൊരു തോന്നലെനിക്കില്ല. എന്തെന്നാൽ അവർക്ക് ഒരു ഗ്രന്ഥം ആവശ്യമുണ്ട്. ഒരു പബ്ലിക്കേഷന് ഒരു ഗ്രന്ഥം ഉണ്ടെങ്കിൽ അതേ ഗ്രന്ഥത്തിന് വലിയ വേറൊരു ഓതർക്ക് വേണ്ടി കൊടുക്കേണ്ടി വരില്ല. കൊടുക്കില്ല എന്നാണ് എൻ്റെ അറിവ്. ഇനി ചെയ്യുമെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ സദ്ഭവാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട് നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെ ഈ ഭാഗവതത്തെ നമുക്ക് വീണ്ടും ഒന്ന് മലയാളത്തിൽ ലഭിക്കുകയാണെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിന്റെ മാധുര്യം മൂല ശ്ലോകത്തിൽ എന്തെല്ലാമാണ് പറയുന്നത് എന്ന ഒരു സംസ്കൃത പരിജ്ഞാനം ഇല്ലാത്ത ഒരാൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായും സുബ്രഹ്മണ്യന്റെ ഈ ഭാഗവതം നമുക്ക് ഉപയോഗിക്കാം. അത് എങ്ങനെയാണോ ഭഗീരഥൻ ഗംഗാജലത്തെ ഭൂസ്പർശം ചെയ്യാൻ വേണ്ടി തപസ് ചെയ്തത്, അതുപോലെ കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് ജനിച്ച സുബ്രഹ്മണ്യൻ തിരുവമ്പ് തീർച്ചയായും ഈ ഭാഗവതം എന്ന ഗംഗയെ നമുക്ക് വേണ്ടി മലയാളികൾക്ക് വേണ്ടി ഒഴുക്കിയിരിക്കുകയാണ്. ഇതിൽ സ്നാനം ചെയ്യാം, പാനം ചെയ്യാം, ഇതിൽ അവരവർക്ക് വേണ്ടതായ സകലതും ഗ്രഹിക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ശ്രീമദ് ഭാഗവതം എന്ന ഈ സപ്താഹ യജ്ഞത്തിൽ ഇവിടെ എൻ്റെ കൂടെ പൂജയ്ക്കുള്ളത് ബിജുവേട്ടനാണ്. കുറച്ചു കാലമായി ഞങ്ങൾ തമ്മിൽ പരിചയമാണ്. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു പേര് പറഞ്ഞു. എന്താ വെച്ചാൽ ഇലപ്പേര് പറഞ്ഞാൽ പിന്നെ ഞാൻ മനസ്സിലാക്കി ബിജുവിടെ പൂജയ്ക്ക് ഉണ്ടാകുന്നല്ലോ. ഞാൻ ഈ പരിസരത്ത് ഒരാളാവും എന്ന് മാത്രമേ ഞാൻ ധരിച്ചിരുന്നു. ഞാൻ വരുമ്പോഴും എന്നോട് പറഞ്ഞു എനിക്ക് അറിയില്ല ആരാ പൂജിക്കുന്നത്. എൻ്റെ കൂടെ പൂജയ്ക്ക് ഒരാളുണ്ടാവും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു നേട്ടങ്ങൾ ഭംഗിയാക്കുക സ്ഥിരമായിട്ട് പിന്നെ പല വേദികളിലും ഒരുമിച്ചുണ്ടായിരുന്നത് പാരായണത്തിലുള്ള ഒരുമിച്ചുണ്ടായിരുന്നത് അല്ലാതെ എവിടെയെങ്കിലൊക്കെ പ്രഭാഷണം ഉണ്ടെന്ന് കേട്ടാലും ശരി അവിടെ വെച്ചൊക്കെ കാണാറുണ്ട്, പരിചയമുണ്ട്. ഇദ്ദേഹമാണ് പൂജയ്ക്ക്. പിന്നെ ഈ ദേശത്തുള്ള നിങ്ങൾക്ക് എല്ലാവരോടും ഒരുമിച്ച് വരാൻ സാധിക്കില്ല എന്നറിയാം. പക്ഷെ എങ്കിലും നമുക്ക് ഇത്തവണ എല്ലാം മീഡിയയിലൂടെ പലർക്കും പലതും ഉപയോഗിക്കാൻ അറിയുന്നവരായതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് വേണ്ടത് ഏത് വേണ്ടാത്തത് ഏത് തിരിച്ചറിവുള്ളത് കൊണ്ട് നമുക്ക് വേണ്ടതെല്ലാം അതിലൂടെ ലഭിക്കും. അതുകൊണ്ട് ഈ ഭഗവാന്റെ ശിക്ഷമേ കർണവീതം എന്ന് പറഞ്ഞതുപോലെ ആ ഓടപ്പുഴയുടെ നാദം എങ്ങനെയാണോ ഗോപികമാർക്കും ഗോപന്മാർക്കും ഒക്കെ ഏറ്റവും ശ്രവണസുന്ദരമായി സകലരെയും ആനന്ദിപ്പിച്ചത്, അതേപോലെ തന്നെ നമുക്കിന്ന് നമ്മുടെ കൈകളിൽ അതല്ലെങ്കിൽ നമ്മുടെ ശ്രോത്രഗുണങ്ങൾക്ക് സമീപത്ത് ലഭിക്കാൻ നമുക്കിന്ന് ഉപാധികളുണ്ട്. അതുകൊണ്ട് അതിലൂടെ യൂട്യൂബിലൂടെയും ഇവിടുത്തെ പ്രത്യേകമായ ഗൂഗിൾ ലിങ്കിലൂടെയും ഇതിൻ്റെ പാരായണവും പ്രഭാഷണവും ലഭിക്കാനുള്ള ഒരു സംവിധാനം കൂടി ചെയ്തിട്ടുണ്ട് ഇത്തവണ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ഈ സതുദ്ദേശമായി യജ്ഞത്തെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി തീർക്കാനായിട്ട് അവരുടെ പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കും. ജന്മാദ്യസ്തേവന്മയായിതരതശ്ചാപ്യേഷ വിഘ്നസ്വരാൻ
तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरय तेजो वारिमृगां यदा विनिमयो यत्र सर्वं धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि धर्मप्रोज्झितकैतवोत्तरपरमो निर्मत्सराणां सदां वेद्यं वास्तवमत्र वस्तुशिवदं तापत्रयोन्मूलनं श्रीमद्भागवते महामुनिते इम्बापरेश्वरः सद्यो हृद्यवरुध्यक्षणात् निगमकल्पतरोर्गलितं फलं शुकपकादमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरवो रसिका भुवि भावुकाः यं ब्रह्मजन्तमनिवेदमवेदकृत्यं द्वैपायनो विरहसादर आजुभाव पुत्रेति तन्मयतया तरवोऽभिनेदुत्तं सर्वबोधहृदयं मुनिमानतोऽस्मि यस्वानुभावमखिलश्रुतिसारमेकमध्यात्मदीपम् अदित्यचितां नमोऽन्तं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुमुनीनां नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो नमोऽस्तुते व्यासविशालबुद्धे उल्लारविन्दाय नवत्रनेत्रयेन त्वया भारतैरपूर्णप्रज्वलितज्ञानमयप्रदीप श्रीवेदव्यासाय नमः पूजन्तं राम रामेति मुदरं मुदराक्षरं आदित्यकविदाशाखां वन्दे वाल्मीकिकोकिलं कवितत्वम्पिलेरिट्ट मधुरं मधुराढ्यമായി രാമരാമേതി പോകുന്ന വാൽമീകിക്കുയിലേ നമഃ ഓം സദാ പരിഭവഗ്രമഭിഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ജനിതം ശരണ്യം പ്രത്യാർത്തികം പ്രണതമാന ഭവക്തിബോധം വന്ദേ മഹാപുരുഷ ते चरणारविन्दं त्यक्त्वा सुदुस्थितसुरभिस्सराज्यरक्षं धर्मिष्ठाच्यवचसायतकादरण्यं मायावृतं दैतयेप्सितमन्गधावल् वन्दे महापुरुष ते चरणारविन्दं श्रीकृष्ण जय जय श्रीरामचन्द्र जय जय श्रेष्ठं वरेण्यं योगस्थं अज्ञातं कन्दरीतिയിൽ വർത്തിക്കും ഗുരവേ ഭക്തിയോടും ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ വളരെ ശ്രേഷ്ഠമായ ജന്മാദ്യസ്യതോന്മയായിതരതശ്ചാപ്യശ്ചവിഘ്നസ്വരാണ്. ജന്മാദ്യസ്യ എന്നത് ബ്രഹ്മസൂത്ര വ്യാഖ്യാന പ്രകാരം ശ്രീ വേദവ്യാസൻ അഥാവോ ബ്രഹ്മജിജ്ഞാസ എന്ന സൂത്രവാക്യത്തിന് ശേഷം രണ്ടാമത്തെ ജന്മാദ്യസ്യ എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജം എന്ന ശബ്ദം ആരംഭിക്കുന്നത് നമ്മൾ ജലശായിയായ ഭഗവാനെ കുറിച്ച് പറയാൻ പോകുകയാണ് എന്ന് ഒരു ഉൾവിളിയോടുകൂടി ഓർത്തു പറഞ്ഞതുപോലെ ആരംഭിക്കുന്ന ആ ശ്രീമദ് ഭാഗവതത്തിന്റെ മന്ത്രശ്ലോകത്തിൽ സത്യം പരം ധീമഹി എന്ന് പറയുന്ന അതേ മന്ത്രം ഗായത്രി സഹിതമായ ഒരു പുരാണം പോലെ ഏതൊരു മന്ത്രമാണോ പരയായ ഭാവത്തെ ഉണർത്തി തരുന്നത്, സത്യത്തിലേക്കുള്ള മാർഗത്തെ തെളിയിച്ചു തരുന്നത്, അതിൻ്റെ തന്നെ ബുദ്ധി വേണ്ടതുപോലെ കുറച്ച് ഉണർന്നു നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഗായത്രി വ്യാഖ്യാനം ഏതൊന്നിലാണോ ആരംഭിക്കുന്നത് അതിൽ തന്നെയാണ് അതിൻ്റെ പര്യവസാനം, അതിൽ തന്നെ നിലനിൽക്കണം. അതാണ് ഗ്രന്ഥസംഖ്യാലക്ഷണ പ്രകാരം നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഈ ഗായത്രി തുല്യമായ പുരാണം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് കരുതാം. ശ്രീധരീയ വ്യാഖ്യാനത്തെ പോലെ തന്നെ 108 തരത്തിൽ ഒരേയൊരു പദം കൊണ്ട് ഒരേയൊരു ശ്ലോകം കൊണ്ട് അനേക വ്യാഖ്യാനങ്ങൾ നൽകിയിരിക്കുകയാണ് ശ്രീമദ് ഭാഗവതം. അങ്ങനെയുള്ളൊരു മഹാപുണ്യ പുരാണത്തെ ഇവിടെ മഹത്വപൂർണ്ണമായി ആരാണ് കണ്ടത്, ആരാണ് കേട്ടത്, എപ്പോഴാണ് ഇതിന്റെ മഹത്വം പുറത്തറിയാൻ ഇടവന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ഇവിടെ ശ്ലോകത്തിലൂടെ സ്മരിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ, ശ്രീ സരസ്വത്യേ നമഃ, ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാരതമാഹാത്മ്യം 1-ാം അധ്യായം 34 നിഷ്കാമിയായി തനിയയാർ വനമാർന്ന നേരം വ്യാസൻ സുതേതി വിരഹാതുരനായി വിളിക്കേ വൃക്ഷങ്ങൾ തന്മയതയാൽ പ്രതിശബ്ദമേകി ആ സർവഭൂതഹൃദയം മുനിയപ്പണിഞ്ഞേ നൈമിഷത്തിങ്കലരും സൂതനാം നിത്യമര്യനെ കുമ്പിട്ടോതി കഥാപീയൂഷാസ്വാദപടു ശൗനകൻ പറഞ്ഞു, സൂര്യകോടികൾ പോലെ അജ്ഞാനാന്ത്യം മോക്കും മഹാപ്രഭ സൂതാകാ നിന്നു പൂന്തേരാം കഥാസാരം ഗതിക്കനീ
വർദ്ധിപ്പതെങ്കിലും ഭക്തി വൈരാഗ്യം തത്വബോധവും മായാമോഹത്തെ നിരസിക്കുന്നതെങ്ങനെ വൈഷ്ണവർ കലിവന്നെത്തി മഞ്ഞിങ്കൽ ജീവികൾ കസുരത്വവും ജീവൻ തൻ ക്ലേശ നിജയം ഒഴിക്കാൻ എന്തുവാൻ വഴി ശുഭത്തിൽ വെച്ചു ശുഭമേത് ഏതേതു പാവന പാവനം കൃഷ്ണാപിതം നിത്യമാവാ വസ്തുവേതെന്നു ചൊല്ലുന്നു ഭൂസുതം ചിന്താമണി നാഗത്തെ ഇന്ദ്രനും പ്രീതരാം ഗുരുവേകുന്നു വൈകുണ്ഠം യോഗി ദുർലഭം സൂതൻ ഏതിൽ പ്രീതിയെന്നോർത്തു നോക്കി ഭവഭയാവഹം സർവസിദ്ധാന്തസാരം ഞാൻ കതിപ്പരികശമന കൃഷ്ണപ്രീതികരം ഭക്തി പ്രവാഹത്തെ വളർത്തുവാൻ ഉദകം മാർഗമോദാം ഞാൻ സാവധാനം ശ്രമിക്ക നീ കാലസർപ്പഗ്രസ്തമായ ലോകത്തിൻ ഭീതി പോക്കുവാൻ ശ്രേഷ്ഠം ശ്രീമദ് ഭാഗവതം കലിയിൽ സുഖഭാഷിതം മനഃശുദ്ധിക്കിതിൽ മീതെ മറ്റൊന്നിൽ എന്ന് നിശ്ചയം ജന്മാന്തരഗത പുണ്യം കൊണ്ടല്ലാതിതു കിട്ടിടാം പരീക്ഷത്തോട് കഥയോധാരൻ ശുഗരൊരുങ്ങവേ സുധാകുംഭം കയ്യിലേന്തി നിരന്നാർ സഭയിൽ ശുഗനെ പ്രണമിച്ചോതി ദേവന്മാർ സ്വാർത്ഥ ഗോപിതർ പീയൂഷമിത് കൈക്കൊണ്ടു നൽകിയാലും കഥാമൃതം ഈ മാറ്റം ചെയ്തതി സുതയെ പാലം ചെയ്യട്ട മന്നവൻ കുടിച്ചുകൊള്ള നീ ഞങ്ങൾ ഏതേത് ഭാഗവതാമൃതം കഥയെങ്ങു പീയൂഷം രക്തമെങ്ങല്ലയും ചിത്തമുള്ളിൽ നിറച്ചൊന്നു ചിരിച്ചു ശുഭമാവുനി അഭക്തരവരെന്നായി കണ്ടേകിയില്ല കഥാമൃതം ഏവം സുരർക്കു ദുഷ്പ്രാപമാണി ഭാഗവതാമൃതം തഥാ പരീക്ഷിത്തിൻ മോക്ഷത്തെ കണ്ടു വിസ്മിതനായി വിധീശ്വലോകത്തിൽ ത്രാസിട്ടു പരീക്ഷിച്ചത് നിൻകരം മറ്റെല്ലാ അമൃതത്തിന്മേൽ വെച്ചിട്ടും ഇതിനൊത്തതായി കാണാഞ്ഞപ്പോൾ വിസ്മയിച്ചാർ തത്ര ഋഷിമാർ വൃഷം നടിനാർ ഭഗവത് രൂപം ഈ ഭാഗവതം എന്നവർ ഇത് കേട്ടാൽ പഠിച്ചാലും ഉടൻമയുണ്ടാവാം സപ്താശ്രവണം കൊണ്ട് സർവദാ മുക്തി കൈവരും എന്നു നാരദനോടോതി സതയം സനകാദികൾ ഈ ശാസ്ത്രം പിതൃബന്ധത്താൽ കേട്ടിരിക്കലും അമ്മുനി സപ്താഹമിയാൽ കേട്ടത് കുമാരനെന്നുവാം ശൗരൻ എങ്ങും താങ്ങാതെ കലഹം എങ്ങും തങ്ങാതെ കലഹം പാതിപ്പോകും അമ്മുനീശ്വരൻ എങ്ങം മുനികളെ കണ്ടത് എഴുതാൾ കേട്ടതിലും സൂതൻ ഏകാന്തഭക്തൻ ഞാനെന്നോർത്ത് എന്നോട് ശുഗനാം ഋഷി ശ്രീകൃഷ്ണായ നമ ശ്രീകൃഷ്ണായ ബ്രഹ്മണേ നമ ചൊന്നോരോ ഭക്തിസമ്പുഷ്ടമാഖ്യാനം ജംഗതിക്കുവൻ ഒരു നാൾ ശനകൻ തൊട്ടോർ സത്സംഗാർത്ഥം വിശാലയിൽ വന്നു ചേർത്തരളിൽ കണ്ടാരവിടം നാരദർഷിയെ കുമാരന്മാർ ബ്രഹ്മൻ മുഖമെന്തേവം പാടാൻ ചിന്തിപ്പതെന്തുവാൻ എങ്ങോട്ട് പോകുന്നു ശീഘ്രം എങ്ങു നിന്നാഗമിപ്പതും ധനം പോയാളെപ്പോൾ എന്തേവം ശുദ്ധചിത്തനായി വരാൻ നിസ്സംഗനം ഏകിത് അയോഗ്യം ചൊൽക കാരണം നാരദൻ സർവോത്തമം പൃഥിവിയെന്നോർത്ത് ഇങ്ങു വന്നത് പുഷ്കരം പ്രയാഗതീർത്ഥം ശ്രീകാശി ഗോദാവരി തഥാവിധം ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുവന്തനം ഏവം നാനാതീർത്ഥദേശങ്ങളും ചുറ്റിതടക്കിലും കണ്ടില്ലെങ്ങും മനസ്തോഷകാരണം സുഖമൽപ്പവും അധർമ്മമിത്രം കരി ബാധിച്ചത് ഇന്നി ദരിദ്രിയെ ഇല്ലെങ്ങും സത്യമോ ശൗചതമോ ദാനദയാദിയോ കുക്ഷിംബരികൾ ജീവന്മാർ നിസ്സാര കളവോതുവോ മന്ദർ മൂഢാത്മാക്കൾ ബാധ്യം കെട്ടോ ദുഃഖാദി വീടിത് സത്തുക്കൾ പാകണ്ടർ വിരക്തർ സവരിഗ്രഹർ സ്ത്രീനായകത്വം ഗേഹത്തിൽ ഉപദേഷ്ടാഹിംസകർ കലഹിപ്പൂതമ്പതികൾ വിപ്പൂകന്യലോഭികൾ ദുർവൃത്തർ കൈയാണ്ടു വാഴൂ നദീതീർത്ഥാശ്രമാദികൾ ദുഷ്ടർക്കെ നശിപ്പിച്ചു കാണൂ ക്ഷേത്രങ്ങൾ മിക്കതും ഇല്ലൊറ്റ യോഗിയോ സിദ്ധജ്ഞാനിയോ നല്ലൊരുത്തനോ സദാചാരം ചാമ്പലായി പോയി കനിയാം ധാവവന്യാൽ അന്നം നിൽക്കും ജനവതം വേദം നിൽക്കുന്നവരും ഓനി നിൽക്കും നാരികളും കവിപ്പൂ കലിയിൽ കുവി കലിദോഷങ്ങൾ നോക്കിക്കൊണ്ടേവം ചുറ്റിത്തിരിഞ്ഞു ഞാൻ ചെന്നെത്തി കണ്ടൻ ലീലാസ്ഥാനം യമുനാതരം കണ്ടേ ശ്വാസമാത്രത്തോടെ വീണു കിടക്കും വൃദ്ധരെ നടുക്കി
അടുക്കിരുന്ന് ഉണർത്താനായി ശ്രമിച്ചും രക്ഷ നോക്കിയും ശുശ്രൂഷിച്ചും കരഞ്ഞും കൊണ്ട് ആർത്തയാവരുതാരിയെ കേൾവതായും മറ്റനേകം സ്ത്രീകളെ ധീരയത്ര വീശി ആശ്വാസമേകുന്നതായും ഞാൻ കണ്ടു ദൂരമേ വിശേഷമെന്ത് എന്തെന്നറിയാൻ അടുത്തേക്കു ഗമിക്കവേ എന്നെ കണ്ടെഴുന്നേ ചോദി ദീനയാമവളിങ്ങനെ ബാല സാധോ നിന്നാലും ഒട്ടിങ്ങ തീർത്താലും മമ ദുഃഖവും നിൻ കാഴ്ചതാനീ ലോകത്തിൻ പാപമെല്ലാം മറുത്തിടും ആർമി ആരിവർ ആരാണി പത്മനേത്രകൾ ആരിമാർ നിൻ ദുഃഖഹേതുവെന്ത് ഓതിയാലും വിസ്തരം ഞാൻ ഭക്തി എന്നവ കേട്ടോൾ ഇവരൻ പ്രിയരം ജ്ഞാന വൈരാഗ്യനാമക്കൾ കാലനിർമ്മിതരായവർ സേവാർത്ഥം വന്ന് ഗംഗാദി തരംഗിണികളാണിവർ എങ്കിലും സുഖമില്ലൊട്ടും സുരസേവിതയാകിലും കേട്ടാലിവൻ വാർത്ത എന്നിൽ അരിവാളും തമോദര വിസ്തരിപ്പതിനുണ്ടൽപ്പം കേട്ടു സൗഖ്യമണയ്ക്കനീ ദ്രവിഡോൽപ്പന്നയായി കർണാടകം തന്നിൽ വളർന്നു ഞാൻ മഹാരാഷ്ട്രത്തിലും വാടൻ ഗുജറത്തിങ്കലിരുന്നയാൽ മുറിപ്പെടുത്തി അങ്ങനെ പാകണ്ടർ കരിമാതിര് ഏവം ദുർബലയായി വീണാൾ കഴിച്ചേ മുതിർത്തു ഞാൻ വൃന്ദാവനത്തിൽ വന്നപ്പോൾ എൻ രൂപത പിന്നെയും പുതിയ യൗവനമാർന്നേവം സൗഭാഗ്യവതിയായി ഞാൻ എന്റെ ഈ രണ്ട് പുത്രന്മാരിതാ ഈ ദേശം വിട്ടന്യദേശം പോകാനാണ് ആഗ്രഹം ദുഃഖിപ്പോ പുത്രൻ ശ്ലോക ദൗർബല്യാദികളൊക്കെ ഞാനോ തന്നെ എൻ മക്കളെ വൃദ്ധർ എന്തേവാകുവാൻ അമ്മ വൃദ്ധ ചെറുപ്പക്കാർ പുത്രർ ഈ നിലയയുക്തമാം അത്ഭുതം പാർത്തു ബാലം കേൾക്കുകയാണിങ്ങു ഞാൻ സ്വയം ഈശ്വരൻ ബാലയെ ധരിക്ക കൊടുതാം ഗണികാലമടഞ്ഞതായി നശിച്ചിതത്തിനാൽ യോഗം സദാചാരം തപസ്സുമേ ക്ഷണരായി ദുഷ്ടരായി ദൈത്യപ്രായരായി നരകയും സത്തുക്കളിന്ന് ദുഃഖിപ്പൂ ദോഷിപ്പൂ ദുർജനം തഥാ ഇന്നേതും പതലാത്തോൻ താൻ ധീരൻ പണ്ഡിതനായവൻ കാണാൻ തൊടാനും കൊള്ളാത്തൻ മട്ടിൽ ശേഷന്നു ഭാരമായി ക്രമാൽ തീരുകയാണോ ഈ ശുഭമില്ലൊരിടത്തിലും നിന്നെയും നിൻ പുത്രനെയും ആദരിക്കില്ലൊരുത്തരും രാഗാന്തരാൽ വ്യക്തനായി ആദ്യം ജീവിച്ചു പോകിലും വൃന്ദാവനത്തിൻ സംഘത്താൽ വീണ്ടും താരുണ്യമാർന്നതം ഭക്തി നൃത്തം ചെയ്വരീ വനം ധന്യനത്രയും എല്ലാരും സ്വീകരിക്കാനെന്നതിനാൽ ജയവത്തിവർ ഇങ്ങച്ചിതാർത്ഥസൗഖ്യത്തിൽ ഉറങ്ങുന്നെന്നു കാണുന്നു ഞാൻ ശ്രീ ഭക്തി പരീക്ഷിത്തങ്ങനെ ദുഷ്ടൻ കലിയെ ബാക്കി വെച്ചതും കലി വന്നപ്പോൾ എന്ത് സാരം ചെന്നു മറഞ്ഞതും കലി വന്നപ്പോൾ അന്തസാരം ചെന്നു മറഞ്ഞതും ദയാവാൻ കയ്യൻ ദൈവം മതനും കണ്ടടങ്ങുവാൻ ഈ സന്ദേഹങ്ങൾ നിർത്തിങ്ങോ സുഖം നൽകുക നീവരെ കാരണം നീ സ്നേഹവും ചോദിച്ചുകൊണ്ട് ഞാൻ സർവമോതുവൻ ഭദ്രയെ ശ്രദ്ധിച്ചു കേട്ടാലും ദുഃഖം പോവും ഇത് കേൾക്കുകിൽ ശ്രീകൃഷ്ണൻ ഒഴിവിട്ടു നിജസ്ഥാനമണഞ്ഞിതോ അന്നതൊട്ടകില ശ്രേയോ ഭാര്യാം കരിവന്നതം ദിവ്യജയത്തിൽ കാൽ പിടിച്ചോ ശങ്കിച്ചോർത്താൻ മദ്യനല്ല പണ്ടുപോൽ സാരമൊപ്പിവൻ തപോ യോഗാദികൾ സിദ്ധിച്ചിടാത്ത ഫലമൊക്കെയും കരിയിൽ കേവലം നാമകീർത്തനത്താലണഞ്ഞിടും ഏവം മറ്റെന്തിനേക്കാളും ശ്രേഷ്ഠമീ ഗുണമൊന്നിനാൽ സാരജ്ഞൻ ഭൂമനിവരെ വിട്ടാൻ മഞ്ഞിൽ സുഖത്തിനായി കുകർമ്മത്താലട്ടായി ഇപ്പോൾ മക്കളുണ്ടാക്കുവാൻ രക്ഷ മുക്തിമാർഗത്തിൽ അന്തരും പരമ്പരാഗതം വിഷ്ണു തൽപരം സർവധർമ്മവും ഇല്ലാതായി വിധം വസ്തുതാനും സർവത്രാഷ്ടമായി യുഗർമ്മവിധാനാരും കുറ്റക്കാരല്ലിൽ സതി ഇതിനർത്ഥം കുറുക്കുന്നു സർവാത്മാവാകുന്നരും സുതൻ ദൈവം തന്മാടിതം കേട്ടു പാരം വിസ്മൃതയായി തഥാ ചൊമ്മാലയം ഭക്തി വീണ്ടും അതും കേൾക്കു ശൗരത ശ്രീ ഭക്തി സുരക്ഷേ തന്നെ നന്മന്തൻ വാക്യത്താലിങ്ങളഞ്ഞതാം സദൃശനും സർവഹൃതികരമല്ലോ ജഗത്തിൽ നിഖിലമഹിതമോതൻ വാക്കിനാൽ മായമെല്ലൻ കഴിവാകിലും കഴിവ് അവികലമാ പ്രഹ്ലാദനുണ്ടായ ദേവം ധ്രുവതമണയാന ഔത്താരമാദിക്കും അസത്കൃപയുടെ വിളഭോവാം അങ്ങയെ കുമ്പിടും. ശ്രീമദ് ഭാഗവതം 1-ാം അധ്യായം മഹാത്മ്യത്തിന്റെ ഇവിടെ അവസാനിക്കുകയാണ്. ശ്രീമദ് ഭാഗവതത്തെ ഏറ്റവും ആദ്യം വേദവ്യാസ പുത്രനായ ശ്രീശുക ബ്രഹ്മർഷി അദ്ദേഹത്തെയാണ് ആദ്യം തന്നെ നിഷ്കാമിയായി തനിയാർന്നേരം വ്യാസൻ സുതേതി
വിരഹാതുരനായിരിക്കെ വൃക്ഷങ്ങൾ തന്മയതയാൽ പ്രതിശബ്ദമേകിയ സർവബോധഹൃദയൻ പണിഞ്ഞൻ. ഏറ്റവും ആദ്യത്തിൽ മംഗളശ്ലോകം മന്ത്രശ്ലോകം എന്ന ഭാഗത്തിൽ ശ്രീ ശുഭബ്രഹ്മർഷിയാണ് നമസ്കരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെ വർണ്ണിച്ചു. അദ്ദേഹം നിഷ്കാമിയാണ്. ശ്രീ വേദവ്യാസ ഋഷിയുടെ പുത്രനാണ്. പക്ഷെ അദ്ദേഹം തന്റെ പുത്രനെ കാണാനില്ല എന്ന അവസ്ഥ വന്നപ്പോ ഭാഗവതേ മഹാമുനിഹൃദേ ഈശ്വര സദ്യോ ഹൃദ്യവരുദ്ധേത്രശുശ്രൂഷവിസ്തക്ഷണാത് നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഘോരസികാ ഭുവി ഭാവുകാഃ യം പ്രവ്രജന്തമനുവേദമവേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഭാവ പുത്രേതി തന്മയതയാ തരവോഭിനേതുത്വം സർവബോധഹൃദയം മുനിമാനതോസ്മി യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമധ്യാത്മദീപം അതിർദീർഷിതാം തമോന്തം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരുമുനീനാം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ മുല്ലാരവിന്ദായ തവത്ര നേത്രയേന ത്വയാ ഭാരതൈലപൂർണ്ണ പ്രജ്വലിത ജ്ഞാനമയ പ്രദീപ ശ്രീവേദവ്യാസായ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം കവിതക്കൊമ്പിലേറിയിട്ട് മധുരം മധുരാട്യമായി രാമ രാമേതി കൂകുന്ന വാത്മീകിക്കുയിലേ നമഃ. ഓം ധ്യേയം സദാ പരിപമഗ്നമഭിഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ജനതം ശരണ്യം പ്രത്യാർത്തികം പ്രണതമാലഭവാബ്ദിബോധം വന്ദേ മഹാപുരുഷ തേ ചരണാരവിന്ദം ത്യക്ത്വാ സുതസ്ഥിതസുരപ്സരാജ്യലക്ഷ്യം ധർമ്മിഷ്ടാര്യവചസായതകാതരണ്യം മായാമൃഗം ദൈതയേപ്സിതമന്നധാവൽ വന്ദേ മഹാപുരുഷ തേ ചരണാരവിന്ദം. ശ്രീകൃഷ്ണ ജയ ജയ ശ്രീരാമചന്ദ്ര ജയ ജയ. ശ്രേഷ്ഠൻ വരണ്യൻ യോഗസ്ഥൻ അജ്ഞാതൻ എന്ന രീതിയിൽ വർത്തിക്കും ഗുരവേ ഭക്തിയോട് ഞാൻ. ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ വളരെ ശ്രേഷ്ഠമായ ജന്മാദ്യസ്യതോന്വയാന്തരതശ്ചാപ്യവിഘ്നസ്വരാണ്. ജന്മാദ്യസ്യ എന്നത് ബ്രഹ്മസൂത്ര വ്യാഖ്യാന പ്രകാരം ശ്രീ വേദവ്യാസൻ അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന സൂത്രവാക്യത്തിന് ശേഷം രണ്ടാമത്തെ ജന്മാദ്യസ്യത എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജം എന്ന ശബ്ദം ആരംഭിക്കുന്നത് നമ്മൾ ജലശായിയായ ഭഗവാനെ കുറിച്ച് പറയാൻ പോകുകയാണ് എന്ന് ഒരു ഉൾവിളിയോടുകൂടി ഓർത്തു പറഞ്ഞതുപോലെ ആരംഭിക്കുന്ന ആ സത്യം എന്ന് പറയുന്ന അതേ മന്ത്രം ഗായത്രി സഹിതമായ ഒരു പുരാണം പോലെ ഏതൊരു മന്ത്രമാണോ പരയായ ഭാവത്തെ ഉണർത്തി തരുന്നത്, സത്യത്തിലേക്കുള്ള മാർഗത്തെ തെളിയിച്ചു തരുന്നത്, അതിന്റെ തന്റെ ബുദ്ധി വേണ്ടതുപോലെ കുറച്ച് ഉണർന്ന് നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഗായത്രി വ്യാഖ്യാനം. ഏതൊന്നിലാണോ ഗ്രന്ഥം ആരംഭിക്കുന്നത് അതിൽ തന്നെയാണ് അതിന്റെ പര്യവസാനം, അതിൽ തന്നെ നിലനിൽക്കണം. അതാണ് ഗ്രന്ഥസംഖ്യാലക്ഷണ പ്രകാരം നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഈ ഗായത്രി തുല്യമായ പുരാണം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് കരുതാം. ശ്രീധരീയ വ്യാഖ്യാനത്തെ പോലെ തന്നെ 108 തരത്തില് ഒരേ ഒരു പദം കൊണ്ട്, ഒരേ ഒരു ശ്ലോകം കൊണ്ട് അനേക വ്യാഖ്യാനങ്ങൾ നൽകിയിരിക്കുകയാണ് ശ്രീമദ് ഭാഗവതം. അങ്ങനെയുള്ളൊരു മഹാപുണ്യപുരാണത്തെ ഇവിടെ മഹത്വപൂർണമായി ആരാണ് കണ്ടത്, ആരാണ് കേട്ടത്, എപ്പോഴാണ് ഇതിന്റെ മഹത്വം പുറത്തറിയാൻ ഇടവന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ഇവിടെ ശ്ലോകത്തിലൂടെ സ്മരിക്കാം. ഓം ശ്രീ ഗണേശായ നമ, ശ്രീ സരസ്വതി നമ, ശ്രീ ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവത മഹാത്മ്യം 1-ാം അധ്യായം 14 സംവാദം. നിഷ്കാമിയായി തനിയാർ വനമാർന്ന നേരം വ്യാസൻ സുവേദി വിരഹാതുരനായി വിളിക്കേ വൃക്ഷങ്ങൾ തന്മയതയാൽ പ്രതിശബ്ദമേകി ആ സർവഭൂതഹൃദയൻ മുനിയപ്പണിഞ്ഞൻ. നൈമിഷത്തിങ്കലരിടും സൂതനാം നിത്യമജ്ഞനെ കുമ്പിട്ടോതി കഥാപീയോഷാസ്വാദപടു ശൗനകൻ. ശൗനകൻ പറഞ്ഞു, സൂര്യകോടികൾ പോൽ അജ്ഞാനാന്ത്യം പോക്കും മഹാപ്രഭ, സൂതാകാൽ നിന്നു പൂന്തേനാം കഥാസാരം ഗതിക്കനീ.
വർദ്ധിപ്പതെങ്കിലും ഭക്തി വൈരാഗ്യം തത്വബോധവും മായാമോഹത്തെ നിരസിക്കുന്നതെങ്ങനെ വൈഷ്ണവർ? കലി വന്നെത്തി മഞ്ഞിങ്കൽ ജീവികൾ കസുരത്വവും ജീവൻ തൻ ക്ലേശ നിജയം ഒഴിക്കാൻ എന്തുവാൻ വഴി? ശുഭത്തിൽ വെച്ചു ശുഭമേത് ഏതേതു പാവന പാവനം കൃഷ്ണാപിതം നിത്യമാവാ വസ്തുവേതെന്നു ചൊല്ലുന്നു ഭൂസുതം ചിന്താമണി നാഗത്തെ ഇന്ദ്രനം പ്രീതരാം ഗുരുവേകുന്നു വൈകുണ്ഠം യോഗി ദുർലഭം. സൂതൻ ഏതിൽ പ്രീതിയെന്നോർത്തു നോക്കി ഭവഭയാവഹം സർവസിദ്ധാന്തസാരം ഞാൻ കതിപ്പനിക ശൗനക. കൃഷ്ണപ്രീതികരം ഭക്തി പ്രവാഹത്തെ വളർത്തുവാൻ ഉദകം മാർഗമോതാം ഞാൻ സാവധാനം ശ്രമിക്ക നീ. കാലസർപ്പഗ്രസ്തമായ ലോകത്തിൻ ഭീതി പോക്കുവാൻ ശ്രേഷ്ഠം ശ്രീമദ് ഭാഗവതം കലിയിൽ ശുഖഭാഷിതം. മനഃശുദ്ധിക്കിതിൽ മീതെ മറ്റൊന്നിൽ എന്ന് നിശ്ചയം ജന്മാന്തരകൃതം പുണ്യം കൊണ്ടല്ലാതെ കിട്ടാം. പരീക്ഷത്തോട് കഥയോതാനായി ശുഗനൊരുങ്ങവേ സുധാകുംഭം കയ്യിലേന്തി നിരന്നാർ സഭയിൽ സുരൻ. ശുഗനെ പ്രാപിച്ചോതി ദേവന്മാർ സ്വാർത്ഥകോവിതർ പീയൂഷമിത് കൈക്കൊണ്ടു നൽകിയാലും കഥാമൃതം. ഈ മാറ്റം ചെയ്തതി സുതയെ പാനം ചെയ്യട്ടെ മന്നവൻ കുടിച്ചുകൊള്ളുക നീ. ഞങ്ങൾ ഏതേത് ഭാഗവതാമൃതം ഭാഗവതാമൃതം കഥയെങ്ങു പീയൂഷം രത്നമെങ്ങല്ലയും ഇത്തമുള്ളിൽ നിറച്ചൊന്നു ചിരിച്ചു ശുഗമാമുനി. അഭക്തരവരെന്നായി കണ്ടേകിയില്ല കഥാമൃതം ഏവം സുരർക്കു ദുഷ്പ്രാഭവാണി ഭാഗവതാമൃതം. തഥാ പരീക്ഷിത്തിൻ മോക്ഷത്തെ കണ്ടു വിസ്മിതനായി വിധി സ്വലോകത്തിൽ ത്രാസിലിട്ടു പരീക്ഷിച്ചതിൻ കരം. മറ്റെല്ലാം ഒരു തട്ടിന്മേൽ വെച്ചിട്ടും ഇതിനൊത്തതായി കാണാഞ്ഞപ്പോൾ വിസ്മയിച്ചാർ തത്രസ്ഥ ഋഷിമാർ വൃഷം. നണ്ണിനാർ ഭഗവത് രൂപം ഈ ഭാഗവതം എന്നവർ ഇത് കേട്ടാൽ പഠിച്ചാലും ഉടൻ വൈകുണ്ഠവാർന്നിടാം. സപ്താഹ ശ്രവണം കൊണ്ട് സർവദാ മുക്തി വരും എന്ന് നാരദനോടോതി സദയം സനകാദികൾ. ഈ ശാസ്ത്രം പിതൃബന്ധത്താൽ കേട്ടിരിക്കണം മുനി. സപ്താഹവിധിയാൽ കേട്ടത കുമാരനിൽ നിന്നുമാം ശൗനകൻ എങ്ങും താങ്ങാതെ കലഹം പാതി പോകും മുനീശ്വരൻ. എങ്ങം മുനികളെ കണ്ടത് എഴുനാൾ കേട്ടത് വിധം സൂതൻ. ഏകാന്തഭക്തൻ ഞാനെന്നോർത്ത് എന്നോട് ശുഗനാം ഋഷി. ശ്രീകൃഷ്ണായ നമ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ചൊന്നോരോ ഭക്തി സമ്പുഷ്ടമാഖ്യാനം ജൻകതിക്കുവൻ. ഒരു നാൾ സനകൻ തൊട്ടോർ സത്സംഗാർത്ഥം വിശാലയിൽ വന്നു ചേർന്നളവിൽ കണ്ടാരവിടം നാരദർഷിയെ. കുമാരന്മാർ ബ്രഹ്മൻ തൊൻമുഖമെന്തേവം പാടാൻ ചിന്തിപ്പതെന്തുവാൻ. എങ്ങോട്ട് പോകുന്നു ശീഘ്രം എങ്ങു നിന്നാഗമിപ്പതും. ധനം പോയൊരാളെ പോൽ എന്തേവം ശൂന്യചിത്തനായി വരാൻ. നിസ്സംഗനങ്ങേക്കിത് അയോഗ്യം ചൊൽക കാരണം. നാരദൻ സർവോത്തമം പൃഥിവി എന്നോർത്ത് ഇങ്ങു വന്നത് പുഷ്കരം. പ്രയാഗതീർത്ഥം ശ്രീകാശി ഗോദാവരി തഥാവിധം ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുവന്തരം. ഏവം നാനാതീർത്ഥദേശങ്ങളും ചുറ്റിതടക്കിലും കണ്ടിൽ എങ്ങും മനസ്തോഷകാരണം സുഖമൽപ്പവും. അധർമ്മമിത്രം കലി ബാധിച്ചത് ഇന്നി ദരിദ്രിയെ ഇല്ലെങ്ങും സത്യമോ ശൗച തപോ ദാനദയാദിയോ. കുക്ഷിംബരികൾ ജീവന്മാർ നിസ്സാരർ കളവോതുവോർ മന്ദർ മൂടാത്മാക്കൾ ഭാഗ്യം കെട്ടോർ ദുഃഖാതി പീഡിതർ. സത്തുക്കൾ പാകണ്ഡരത വിരക്തർ സപരിഗ്രഹ സ്ത്രീനായകത്വം ഗേഹത്തിൽ ഉപദേഷ്ടാക്കൾ ഹിംസകർ. കലഹിപ്പൂ ദമ്പതികൾ വിൽപ്പൂകന്യേ ലോഭികൾ ദുർവൃത്ത് കയ്യാണ്ടു വാഴൂ നദീതീർത്ഥാശ്രമാദികൾ. ദുഷ്ടർ കേറി നശിപ്പിച്ചു കാണൂ ക്ഷേത്രങ്ങൾ മിക്കതും. ഇല്ലൊറ്റ യോഗിയോ സിദ്ധൻ ജ്ഞാനിയോ നല്ലൊരുത്തനോ. സദാചാരം ചാമ്പലായി പോയി കലിയാം താപവന്യാൽ. അന്നം വിൽക്കും ജനപദം വേദം വിൽക്കുന്ന വിപ്രനും ഓനി വിൽക്കും നാരികളും ഭവിപ്പൂ കലിയിൽ ഭുവി. കലിദോഷങ്ങൾ നോക്കിക്കൊണ്ടേവം ചുറ്റിത്തിരിഞ്ഞു ഞാൻ ചെന്നെത്തി കലിതൻ ലീലാസ്ഥാനമം യമുനാതടം. കണ്ടേനാശ്ചര്യമൊന്നങ്ങു കേട്ടാലും ഋഷീന്ദ്രനെ ശ്വാസമാത്രത്തോടെ വീണു കിടക്കും രണ്ടു വൃദ്ധരെ. നടുക്കിരുന്ന് ഉണർത്താനായി ശ്രമിച്ചും രക്ഷ നോക്കിയും ശുശ്രൂഷിച്ചും കരഞ്ഞും കൊണ്ട് ആർത്തയാവരുതാരിയെ. കേഴുവതായും മറ്റനേകം സ്ത്രീകളെ ദീനയത്തത വീശി ആശ്വാസമേകുന്നതായും ഞാൻ കണ്ടു ദൂരവേ.
വിശേഷമെന്ത് എന്തെന്നറിയാൻ അടുത്തേക്ക് ഗമിക്കവേ എന്നെ കണ്ടെഴുന്നേ ചോദി ദീനയാമവളിങ്ങനെ ബാല സാധോ നിന്നാലും ഒട്ടിങ്ങ തീർത്താലും മമ ദുഃഖവും നിൻ കാഴ്ച താനീ ലോകത്തിൻ പാപമെല്ലാം മറുത്തിടും. ആർ നീ ആരിവർ ആരാണീ പത്മനേത്രകൾ നാരിമാർ നിൻ ദുഃഖഹേതുവെന്ത് ഓതിയാലും ദേവീ സവിസ്തരം. ഞാൻ ഭക്തി എന്ന പേർ കേട്ടോൾ ഇവരൻ പ്രിയരാംസർ ജ്ഞാന വൈരാഗ്യനാമാക്കൾ കാലജീർണിതരായവർ സേവാർത്ഥം വന്ന് ഗംഗാദി തരംഗിണികളാണിവർ. എങ്കിലും സുഖമില്ലൊട്ടും സുരസേവിതയാകിലും കേട്ടാലിവൻ വാർത്ത എന്നിൽ അലിവാളും തപോധന വിസ്തരിപ്പതിനുണ്ടൽപ്പം കേട്ടോ സൗഖ്യമണയ്ക്കീ. ദ്രവിഡോൽപ്പന്നയായി കർണാടകം തന്നിൽ വളർന്നു ഞാൻ മഹാരാഷ്ട്രത്തിലും വാണൻ ദുർജരത്തിങ്കൽ ഇരുന്നയായി മുറിപ്പെടുത്തി അങ്ങനെ വാഗണ്ടർ കരിമാതിത് ഏവം ദുർബലയായി നീണാൾ കഴിച്ചേൻ മുദ്രത്തു ഞാൻ. വൃന്ദാവനത്തിൽ വന്നപ്പോൾ എൻ രൂപമത പിന്നെയും പുതിയവരമാ നിയമം സൗഭാഗ്യവതിയായി ഞാൻ. എന്റെ ഈ രണ്ട് പുത്രന്മാർ കിടക്കയാം. ഈ ദേശം വിട്ടന്യദേശം പോകാനാണിനി ആഗ്രഹം. ദുഃഖിപ്പോ പുത്രൻ ശ്ലോക ദൗർബല്യാദികൾ ഓർത്തു ഞാൻ. ഞാനോ തരുണി ജന്മക്കൾ വൃദ്ധർ ദേവമാകുവാൻ. അമ്മ വൃദ്ധ ചെറുപ്പക്കാർ പുത്രർ ഈ നിലയയുക്തമാം. ഒപ്പം താൻ വാണും എന്തേ വൈലു തുച്ഛലാഭത്തിനായി വീട് തോറും ഭാഗവതം വായിക്കയാം. കഥാസാരം പോലുമേവം നശിച്ചുപോയി. രൗരവത്തിങ്കൾ നിന്നെത്തി ചേർന്ന നാസ്തികരാങ്കൽ തീർത്ഥസ്ഥരാകയാൽ തീർത്ഥസാരവും ഹന്തനഷ്ടമായി. കാമക്രോധ മഹാലോവാത്യാകുലാത്മാക്കളം ജനം തപസ്സിൽ വർത്തിക്കയാൽ തത്സാരവും ഹന്തനഷ്ടമായി. പാകണ്ഡത്വം ശാസ്ത്രപാഠഭാവം ഇന്ദ്രിയദാസ്യവും ദമ്പലോപാധിയും കൊണ്ടോ നഷ്ടമായി. ധ്യാനസാരവും പഠിപ്പുള്ളോർ പോത്തുകൾ പോൽ സംഭോഗപ്രിയരാകയാൽ മക്കളുണ്ടാക്കുവാൻ ദക്ഷർ മുക്തിമാർഗത്തിൽ അന്തരും. പരമ്പരാഗതം വിഷ്ണു തൽപരം സർവധർമ്മവും ഇല്ലാതായി വിധം വസ്തുസാരം സർവത്ര നഷ്ടമായി. യുഗധർമ്മം ഇതാണാരും കുറ്റക്കാരല്ലിതിൽ സതി. ഇതിനാൽ തൻ മുറുക്കുന്നു സർവാത്മാവാ മുകുന്ദനം. സുതൻ ദേവം തദ്ഭാഷിതം കേട്ടു പാരം വിസ്മൃതയായി. തഥാ ചൊമ്മാളേവം ഭക്തി വീണ്ടും അതും കേൾക്കു ശൗനക. ശ്രീഭക്തി സുരക്ഷേ ധന്യനങ്ങൊന്നൻ ഭാഗ്യത്താലിങ്ങളഞ്ഞതം സദ്ദർശനം സർവസിദ്ധികരമല്ലോ ജഗത്തിൽ. നിഖിലമഹിതമോർത്തൻ വാക്കിനാൽ മായവെല്ലൻ കഴിവാകിലം കഴിവ് അവികലമാ പ്രഹ്ലാദനുണ്ടായ ദേവം. ധ്രുവപതവണയാന ഔത്താരവാദിക്കും അസത്കൃപയുടെ വിളഭൂവാം അങ്ങയെ കുമ്പിടുന്നെൻ. ശ്രീമദ് ഭാഗവതം 1-ാം അധ്യായം മഹാത്മ്യത്തിന്റെ ഇവിടെ പര്യവസാനിക്കുകയാണ്. ശ്രീമദ് ഭാഗവതത്തെ ഏറ്റവും ആദ്യം വേദവ്യാസ പുത്രനായ ശ്രീശുക ബ്രഹ്മർഷിയെ അദ്ദേഹത്തെയാണ് ആദ്യം തന്നെ നിഷ്കാമിയായി തനിയെയാറ് വനമാർന്ന നേരം വ്യാസൻ സുതേതി വിരഹാതുരനായി വിളിക്കേ. വൃക്ഷങ്ങൾ തന്മയതയാൽ പ്രതിശബ്ദമേകിയ സർവഭൂത ഹൃദയൻ പണിഞ്ഞൻ. ഏറ്റവും ആദ്യത്തെ ഒരു മംഗള ശ്ലോകം വന്ദന ശ്ലോകം എന്ന് പറയുന്ന ശ്രീമദ് ഭാഗവതത്തിൽ ശ്രീശുക ബ്രഹ്മർഷി ആകുന്ന ഋഷിയാണ് നമസ്കരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെ വർണ്ണിച്ചു. അദ്ദേഹം നിഷ്കാമിയാണ്. ശ്രീ വേദവ്യാസ ഋഷിയുടെ പുത്രനാണ്. പക്ഷെ അദ്ദേഹം തന്റെ പുത്രനെ കാണാനില്ല എന്ന അവസ്ഥ വന്നപ്പോ വിരഹ തപതനായി വേദവ്യാസൻ വളരെ ഉറക്കെ പുത്ര 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 എന്ന് വിളിച്ച സമയത്ത് പ്രപഞ്ചം മുഴുവൻ പ്രതിശബ്ദം നൽകി. അങ്ങനെ ഒരു പ്രതിശബ്ദം നൽകാൻ പ്രപഞ്ചം തയ്യാറായത് അദ്ദേഹം സർവബോധ ഹൃദയനായതുകൊണ്ടാണ്. ശ്രീമദ് ഭാഗവതം തന്നെ ഉത്തരം തരുന്നത്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇവിടെ സർവഭൂതങ്ങളുടെ ഉള്ളിലുള്ളത് ആരാണ് എന്ന് അറിയുന്ന ഒരുത്തന്, അത് താൻ തന്നെ എന്നറിഞ്ഞൊരുത്തന്നെ എങ്ങു ശോകം എങ്ങു മോഹം ഏകത്വ പൂർണ്ണദർശനാൽ. അങ്ങനെയുള്ളൊരു ഭാവമുള്ള ആളാണ് ശ്രീ ശിവബ്രഹ്മർഷി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവർക്കും നമസ്കരിക്കാൻ വിരോധമൊന്നുമില്ല. പക്ഷേ ഇവിടെ സംഗമിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഋഷീശ്വരന്മാരായിട്ടുള്ള ആൾക്കാര്. അവരെല്ലാം തപോധനന്മാര്, ബ്രഹ്മർഷികള്, രാജർഷികള്, ദേവർഷികള്, അങ്ങനെ മഹാരഥന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാരെല്ലാവരും ഇരിക്കുന്ന സദസ്സിൽ ചൊല്ലുന്ന വന്ദന ശ്ലോകം, മംഗള ശ്ലോകം ശ്രീ ശിവബ്രഹ്മർഷിയെ കുറിച്ച്.
അപ്പൊ അതുകൊണ്ട് എല്ലാ ഋഷി പരമ്പരയ്ക്കും ഉത്തമമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളാണ് ശ്രീ ശുകബ്ര മഹർഷി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അച്ഛനായ വേദവ്യാസനെ അവർ സ്മരിച്ചു. എന്നിട്ട് പറയാണ്, നൈമിഷത്തിങ്കലരുളും സൂതനം നിത്യവര്യനെ കുമ്പിട്ടോതി കഥാപീയോഷാസ്വാദവടു ശൗരകൻ. അവിടെ വന്നിരിക്കുന്നത് ശൗനകാദി മഹർഷിമാർ. അവരുടെ രൂപഭംഗി ഒന്നല്ല, വ്യാഘ്രപാദൻ, ശൗനകൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥത്തേക്ക് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ശുനകന്റെ മുഖമുള്ള ആൾക്കാര്, അതല്ലെങ്കിൽ അതുകൊണ്ട് വ്യാഘ്രത്തിന്റെ പാദം പോലെയുള്ള ആൾക്കാര്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരെല്ലാം ജ്ഞാനശിരോമണികളാണ്, വേദത്തിന്റെ അഗ്രേസരന്മാരായിട്ട്, അല്ലെങ്കിൽ വേദവിത്ത് എന്താണെന്ന് അറിഞ്ഞ അഗ്രേസരന്മാർ. ഇവരെല്ലാവരും അഗ്രാസനത്തിലിരുത്തി പൂജിക്കുന്നത് ആരെയാണ്? സൂതഭാഷി. സൂതവർഗത്തിൽപ്പെട്ടവർക്ക് എന്താണ് ഗുണം? സർവത്തിനെയും സ്തുതിക്കുക. അവരെന്തിനെയെല്ലാം സ്തുതിക്കും? പ്രപഞ്ചത്തെ സ്തുതിക്കും. ഈ പ്രകൃതിയെ മുഴുവൻ, വൃക്ഷലതാദികളെ, പക്ഷിമൃഗാദികളെ, നമുക്കൊക്കെ വാൽമീകി രാമായണം എടുത്ത് നോക്കിയാൽ കാണാം. പക്ഷികൾക്ക്, മൃഗങ്ങൾക്ക്, മരങ്ങൾക്ക് എന്തിനെല്ലാമാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? അപ്പൊ അതുപോലെ സർവത്തിനെയും സ്തുതിക്കുക. ഇനി അതും കൂടാതെ രാജാക്കന്മാരെ സ്തുതിക്കാം, ധനമുള്ള ആൾക്കാരെ സ്തുതിക്കാം, പല ആൾക്കാരെ സ്തുതിക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിലോ ഈശ്വരീയമായിട്ടുള്ള ഭാവങ്ങളെ സ്തുതിക്കാം. യാതൊന്നും വിധത്തിലും സ്തുതി കേട്ടിട്ട് ഒരാൾക്ക് ഇഷ്ടക്കേടായി എന്ന് പറയാറുണ്ട്. പക്ഷേ നിന്ദാവാക്കുകൾ കേട്ടാൽ, മറ്റുള്ളവരാരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു എന്ന് കേട്ടാൽ നേരിട്ട് കേൾക്കണമെന്നൊന്നുമില്ല, ഇഷ്ടക്കേടാണ്. അപ്പോ ഇവിടെ സ്തുതി പാഠകന്മാരായിട്ടുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്തുതിക്കുന്നത് വളരെ സാരവത്തായിട്ടുള്ള ഒരു കാര്യത്തെ ആയിരിക്കും. അപ്പൊ ഇവിടെ സൂതവർഗത്തിൽപ്പെട്ട സൂതഭാഷിയൻ സ്തുതിക്കുന്നത് ആരെ ആയിരിക്കും? അത് നമുക്ക് ആദ്യത്തെ മംഗള ശ്ലോകത്തിൽ നിന്ന് മനസ്സിലായി. അദ്ദേഹം ഗുരുവിനെ പോലെ സങ്കല്പിക്കുന്നതായിട്ടുള്ള ശ്രീ ശുകബ്ര മഹർഷി മനസ്സിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ശൗനകാദി മഹർഷിമാർ ചോദിക്കുകയാണ്, സൂതഭാഷിയന്റെ വിശേഷണങ്ങളെ യഥാർത്ഥത്തിൽ അഗ്രാസനത്തിലിരുന്ന് പറയുന്ന ആളുടെ യോഗ്യതയെ ശ്രോതാക്കളായിട്ടുള്ളവർ എത്രയധികം മഹത്വത്തോടാണ് കാണുന്നത്. സൂര്യകോടികൾ പോലെ അജ്ഞാനാന്ത്യം പോക്കും മഹാപ്രഭ. എങ്ങനെയാണോ അനേക സൂര്യന്മാര് ഒരു സൂര്യൻ ഉദിച്ചാൽ തന്നെ എത്ര വാട്ടിന്റെ വഴിവായാലും പ്രകാശിക്കുന്നു, ഇവിടെ അങ്ങേപോലെ അജ്ഞാന അന്ധകാരം തീർക്കാൻ വേണ്ടി ഇവിടെ തേജോയുക്തനായിട്ടുള്ള സൂര്യനെ പോലെ പ്രകാശിക്കുന്ന അങ്ങ് കാതിന്റെ പൂന്തേലാം കഥാസാരം ഗതിക്കതീം, ഞങ്ങൾക്ക് കർണപീയൂഷമായിട്ടുള്ളത് എന്തോ അത് പകർന്നു നൽകും. വർദ്ധിപ്പതവിധം ഭക്തി, എങ്ങനെയാണ് ഭക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കുക? മാത്രമല്ല വൈരാഗ്യം ദത്തബോധവും, വിഗതമായ രാഗം ജനിക്കും, ഒന്നിനോടും പ്രിയല്യായ്മ, അറ്റാച്ച്മെന്റ് ഇല്ലായ്മ വരണം. ഇനി അതും കൂടാതെ തത്വബോധവും, മായാമോഹത്തെ നിരസിക്കുന്നത് എങ്ങനെ? വൈഷ്ണവന്മാരായിട്ടുള്ള വിഷ്ണു ഭക്തന്മാരെ എങ്ങനെയാണ് മായാ ബന്ധത്തെ ഉന്മൂലനം ചെയ്ത് നശിപ്പിച്ച് അവര് യഥാർത്ഥ തത്വബോധമാകുന്ന ശ്രീകൃഷ്ണ സ്വരൂപത്തിലേക്ക് എത്തുന്നത്? ഇനി ഞങ്ങൾക്ക് ഇത് ഇപ്പോ കേൾക്കണമെന്ന് തോന്നാൻ കാരണം, കലി വന്നെത്തി മഞ്ഞിങ്കൽ ജീവികൾ കസുരത്വവും, മനുഷ്യരെന്ന് പറയാൻ വയ്യ, എന്നാലോ സ്വഭാവത്തിലൊക്കെ രൂപം കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ തോന്നുമെങ്കിലും സ്വഭാവം കൊണ്ട് അങ്ങനെ പറയാൻ വയ്യ. അവർക്ക് എല്ലാവർക്കും എന്തുണ്ടായിരിക്കുന്നു? ആസുരികമായിട്ടുള്ള ഭാവം ഒന്നില്ല. അശ്വരന്മാർക്ക് എപ്പോഴും മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്നുള്ള ക്രൂര സ്വഭാവം. അതുകൊണ്ടാണ് ഉപനിഷത്തിൽ പറയുന്നത് നമുക്ക് ദമവും ദയയും ഒക്കെ ഉണ്ടായിരിക്കണം, ദാനവും ശീലിക്കണം എന്ന് പറയാം. ഇങ്ങനെ 3 ദാക്കളാണ് ഉപനിഷത്ത് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ദമം, ദയാ, ദാനം. ദാനം എന്ന് പറയുന്നത് മനുഷ്യനാണ് പറയുന്നത്. എന്നാൽ മനുഷ്യനോട് ദാനത്തെ കുറിച്ച് പറയാൻ കാരണം, മനുഷ്യന് വസ്തുപ്രിയമുള്ള ആളാണ്, എല്ലാ വസ്തുക്കളോടും വളരെയധികം അതിതാല്പര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവൻ എന്തായിരിക്കണം? ആ വസ്തുക്കളോട് പ്രിയം കുറയാൻ അതിനെ ഉപേക്ഷിക്കാനുള്ള മനസ്സുണ്ടാവും. അപ്പൊ അത് ദാനം ശീലിക്കണം. ദേവന്മാർക്ക് അവർക്ക് എന്തുണ്ടായിരിക്കണം? അവർക്ക് ദമം ഉണ്ടായിരിക്കണം, സെൽഫ് കൺട്രോൾ ഉണ്ടായിരിക്കണം. ഒരാൾ കേട്ടു, സ്തുതിച്ചു, വന്ദിച്ചു എന്നാണ് കേൾക്കുമ്പോഴേക്കും വരം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അയാള് തന്നെ അദ്ദേഹത്തെ എങ്ങനെയാണോ ഭസ്മാസുരന് വരം കൊടുത്ത മഹാദേവൻ ഓടിയത് എന്ന് പറഞ്ഞതുപോലെ തന്നെ മറന്ന് വരം കൊടുത്ത് സന്തോഷിച്ച് അബദ്ധത്തിൽ ഇന്ത്യയാണ്. അപ്പൊ അവർക്ക് അതില്ലാതെ ദമം ഉണ്ടായിരിക്കണം. അങ്ങനെ മനുഷ്യന്റെ ദേവഭാവവും മനുഷ്യഭാവവും ദയ കൊണ്ടും ദമം കൊണ്ടും നമുക്ക് നിയന്ത്രിക്കാം. പിന്നൊരു കാര്യമുണ്ട്, അസുരന്മാരുടെ സ്വഭാവം. നമുക്ക് വിശ്വാമിത്രന്റെ യാഗത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വിശ്വാമിത്രന്റെ യാഗം കൊണ്ട് മാരീചനും സ്വഭാവവും ദോഷമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എങ്കിലും അത് നടക്കാൻ പാടില്ല. എവിടെയാണോ സത്കർമ്മം നടക്കുന്നത് അതെങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? കലികാലത്ത് അത് കുറച്ച് കൂടുതലുണ്ടാകും. പ്രത്യേകിച്ച് അത് എങ്ങനെ ഇല്ലായ്മ ചെയ്യാം, അതിനുവേണ്ടി അവരെ അവിടെ അശുദ്ധമാക്കാനും ഭൂമിയെ നശിപ്പിക്കാനും മാരീച സ്വഭാവക്കള്
ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ മാരീചനും സുബാഹുവും യഥാർത്ഥത്തിൽ ആ യാഗം കൊണ്ട് ദോഷമില്ലെങ്കിലും അത് മുടക്കുക, അത് അസുര സ്വഭാവമാണ്. ഇനി അതും കൂടാതെ അവർക്ക് ക്രൂര സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ക്രൂരത കൊണ്ടാണ് അവരവിടെ മാംസം ഭക്ഷിക്കുന്നതും രുധിരം ഭക്ഷിക്കുന്നതും. അങ്ങനെ അവരുടെ ക്രൂരബുദ്ധി കൊണ്ട് അവര് ജീവഹത്യ ചെയ്ത് അല്ലെങ്കിൽ ദേഹനാശം ചെയ്ത് പല വിധത്തിലും അവർ ബുദ്ധിമുട്ടിക്കും. അപ്പോ അവർക്ക് എന്തുണ്ടായാൽ നന്നായി, ദയുണ്ടായാൽ അവർക്ക് നന്നായി. അപ്പൊ നമുക്ക് ആശ്രിക ഭാവത്തെ വെട്ടിയാൽ ദയ വേണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ 3 ഭാവങ്ങളെ വളർത്താൻ കലി എന്നുള്ള കാലത്ത് ഞങ്ങൾക്ക് സാധിക്കും. ശുഭത്തിൽ വെച്ച് ശുഭമേത് ഏതേതു പാവന പാവനം, എല്ലാം മംഗളപ്രദമാണ്. പക്ഷെങ്കിലും അതിൽ വളരെ പരിപാവനമായിട്ടുള്ളത് ഏതാണ്? ഏറ്റവും കൃഷ്ണാപ്തിതം, ഭഗവാനിലേക്കുള്ള വഴി തുറക്കുന്നത് ഏതാണ്? നിത്യമായിട്ടുള്ളത് ഏതാണ്? അത് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. കൂടാതെ ഏകമോ ഭൂസുഖം ചിന്താമണിനാകത്തെ ഇന്ദ്രനും, യഥാർത്ഥത്തിൽ ഈ ശരീരം വളരെ സൗഖ്യമാണ്. പക്ഷെ ഇതിനെ വളരെയധികം പോഷിപ്പിക്കണമെങ്കിൽ, സൗഖ്യം വരുത്തണമെങ്കിൽ എങ്ങനെയാണോ ദേവലോകത്ത് ചിന്താമണി എന്നൊരു രത്നമുള്ളത് കൊണ്ട് സകല വസ്തുക്കളും സ്വർണ്ണമയമായിട്ട് പ്രകാശിക്കും, ഒരേ ഒരു രത്നേ വേണ്ടോട്. അങ്ങനെ ഈ ചിന്താമണി എന്നുള്ള ഒരു രത്നം കൊണ്ട് ലോകം മുഴുവൻ പ്രകാശിക്കുന്നത് പോലെ തന്നെ ഒരു ഗുരുവര്യൻ പ്രീതനായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. വൈകുണ്ഠം യോഗി ദുർലഭം, യോഗീശ്വരന്മാരായിട്ടുള്ളവരുടെ കാരുണ്യം വന്ന് ഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് കുണ്ഠതയില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത ലോകങ്ങൾ ഭവിക്കും. അതെന്തുകൊണ്ടാണ്? അവർ അകാമന്മാരാണ്. അവർക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും അനുഗ്രഹിക്കണമെന്നോ നിഗ്രഹിക്കണമെന്നുള്ള തോന്നലൊന്നുമില്ല. പക്ഷെ അവരെ എങ്ങനെ നമുക്ക് പ്രീതിപ്പെടുത്താനോ അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹത്തിന് പാത്രീഭൂതനാകാനോ സാധിക്കും? ഭഗവാൻ പറയുന്നുണ്ട് ഏകാദശത്തില്, ഭഗവാനോട് മാർഗം പറയുന്നുണ്ട്. അവരെ പര്യോപാസനം ചെയ്യണം. അവരെ എങ്ങനെ പര്യോപാസനം ചെയ്യണം? അവരുടെ ലൗകികമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിലെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാണ്ട് അവരെ പരിചരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക. അങ്ങനെ പ്രണിപാതേന പരിപ്രശ്നേന, ഭഗവാൻ പറയാണ് പ്രണിപാതനം ചെയ്യണം. അവരെ നമസ്കരിക്കണം, നമിക്കണം, വിധേയത്വം വരണം. നമ്മളെല്ലാം മറ്റൊരാളോട് ക്ഷമിച്ചു എന്ന് പറയില്ലേ, വല്ലാണ്ട് ദേഷ്യമൊക്കെ വന്ന് കുറച്ചൊക്കെ പറയും. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞാൽ ഈ ക്ഷമ എന്നുള്ള ഗുണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ ആർക്കാ പരിവർത്തനം വരണത്? നമുക്കല്ലേ വരുന്നത്. അപ്പോ അങ്ങനെ ആ ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ നമുക്കാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ക്രോധഭാവത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ക്ഷമ നമുക്കാണ് ഗുണം നൽകുന്നത്. അല്ലാതെ മറ്റാളെ ചീത്ത പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ആ ക്രോധം തന്നെ കൊണ്ടുവരണമെന്ന് വെച്ചാൽ അത് നമുക്ക് നാശമായിരിക്കും. ക്രോധം മഹാരിഭു, എങ്ങനെയുള്ളതിനെ കുറിച്ച് കാമയേഷ ക്രോധയേഷ ഭഗവാൻ പറയുന്നു. അപ്പോ ക്ഷമിക്കുക എന്നുള്ളത് വളരെ ഗുണമായിട്ടാണ് നമുക്ക് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ കാണുന്നത്. ഇങ്ങനെ ഈ ക്രോധഭാവത്തെയും അസുരഭാവത്തെയും എല്ലാം വെടിയാൻ ഏതെങ്കിലും ഒരു യോഗി ബന്ധം ഉണ്ടായാൽ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ നല്ലൊരു സദ്ഗുരുവിനെ ലഭിച്ചു കഴിഞ്ഞാൽ, അത് ലഭിക്കണമെങ്കിലോ ഇവിടെ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് ലബ്ധ്വാ കഥഞ്ചിൻ നരജന്മ ദുർലഭം തത്രാപി പുംസം സുധിഭാരദർശനം, ഒരു മനുഷ്യനായിട്ട് ജനിക്കുക എന്നത് വളരെ വിരളാണ്. ശങ്കരാചാര്യ വളരെ ശ്രേഷ്ഠമായിട്ട് പറയാറുള്ള ചില കാര്യങ്ങൾ വേഗചൂടാമണിയിൽ പറയുകയാണ്. ലബ്ധ്വാ കഥഞ്ചിൻ നരജന്മ ദുർലഭം തത്രാപി പുംസം സുധിഭാരദർശനം, മനുഷ്യനായിട്ട് ജനിച്ചു കൊണ്ടിട്ട് കാര്യമില്ല. ശ്രുതിപ്രിയായിട്ടുള്ള മന്ത്രങ്ങളിലോ ശ്രുതി സ്തോത്രരൂപേണ ഋഷിമാരുടെ ആ വചനങ്ങളെ, മന്ത്രങ്ങളെ നമുക്ക് അനുസന്ധാനം ചെയ്യാൻ സാധിക്കുക. ഒന്നല്ലോ പറയാൻ സാധിക്കുക, അതിലേക്ക് കേൾക്കാൻ സാധിക്കുക, കേട്ടാൽ അതിനിഷ്ടം ജനിക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ജനിച്ചു കഴിഞ്ഞാൽ അവന് മോക്ഷേച്ഛയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മോചനം, ഈ മനുഷ്യജന്മം എന്ന് മാത്രമല്ല സകലവിധമായ ജന്മങ്ങളിൽ നിന്നും മോചനം എന്നൊരവസ്ഥ വേണം. ഈ സംസാരം എന്ന ചക്രത്തിൽ നിന്നൊരു മോചനം എന്ന അവസ്ഥ വേണം എന്ന് ഉറപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് ഒരു സദ്ഗുരു പ്രാപ്തി ഉണ്ടായാൽ ഏറ്റവും ശ്രേഷ്ഠമായി. അതല്ലാതെ ചിന്താമണി എന്നുള്ള രത്നത്തെ കയ്യിൽ കിട്ടിയത് കൊണ്ട് സ്വർണം പൂശിയ ദേവലോകം ഉണ്ടായിരുന്നു, ദേവസഭയിലെ ഗുണഗണങ്ങൾ ഉണ്ടായിരുന്നു വിചാരിച്ചത് കൊണ്ടല്ല ഞങ്ങൾക്ക് ശ്രേഷ്ഠമായി തോന്നുന്നു. ഋഷിമാർ പറയുക അത് ഒരു സദ്ഗുരു പ്രാപ്തിയാണ്. അങ്ങനെ ഒരു സദ്ഗുരുവിനെ ലഭിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക്. അപ്പൊ സൂതപ്രകാശകന്റെ യോഗ്യതകൾ അവർ എങ്ങനെയൊക്കെയാണ് കാണുന്നത്? ഋഷിമാര് വളരെ ശ്രേഷ്ഠമായിട്ടാണ് കാണുന്നത്. എന്നിട്ട് അവര് പറയണു, സൂത ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് കൃഷ്ണാപ്തിതം. അവരുടെ സംഗതി കാര്യൊപ്പിച്ചിട്ടുണ്ട്. ഭഗവാനെ കുറിച്ചാട്ടോ പറയേണ്ടത്. ഇനി പലതും ഉണ്ട് ധർമ്മസംഹിത എന്ന് വിചാരിച്ചിട്ട് എല്ലാറ്റിനെയും കുറിച്ച് ഇവിടെ പറയണ്ട. ഇവിടെ നിങ്ങൾക്ക് ഭഗവാനെ കുറിച്ചാണ് കേൾക്കേണ്ടത്. ഭാഗവതം വായിക്കാമെന്നും ഭാഗവതം പറയണില്ല, ലോകത്തുള്ള സകല കാര്യങ്ങളും പറയണ്ട പറയാ. ഇവിടെ ഭാഗവതാട്ടോ വെച്ചേക്കണേന്ന് ആചാര്യനോട് അങ്ങോട്ട് ചെന്ന് പറയേണ്ടി വരും. അല്ലാന്ന് വെച്ചാലോ കൃഷ്ണനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയേണ്ടത് കേട്ടോ, അതേക്കുറിച്ചാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത് കേട്ടോ. ഒരിടയ്ക്ക് വെച്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്.
ഇതിന് പറയാണ് കൃഷ്ണപ്രീതികരം ഭക്തി പ്രവാഹത്തെ വളർത്തുവാൻ ഉതകും മാർഗമോദാം ഞാൻ സാവധാനം ശ്രമിക്കതി. അല്ലയോ ശനകാദി മഹർഷിമാരെ, നിങ്ങൾക്ക് ഏറ്റവും ഭഗവാനിലേക്ക് എത്താനുള്ള ചില വഴികള് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കിയത് പറഞ്ഞു തരാം. അല്ലാണ്ട് ഞാൻ പഠിച്ചതല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയത്. എങ്ങനെ? മനഃശുദ്ധിക്കതിന്മീത മറ്റൊന്നില്ലെന്ന് നിശ്ചയം. ഏതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞത്? കലിയിൽ ശ്രേഷ്ഠം ശ്രീമദ് ഭാഗവതം ശുഗഭാഷിതം. ശ്രീശുഖബ്രഹ്മർഷി ആർക്കാണ് ഉപദേശിച്ചത്? കാലസർപ്പഗ്രസ്തമായ ലോകത്തിൻ ഭീതി പോക്കുവാൻ. ഈ കാലസർപ്പം യഥാർത്ഥത്തിൽ ലോകത്തെ മുഴുവൻ ഗ്രസിച്ചിരിക്കുകയാണ്. പക്ഷെ ഈ ലോകം എന്താ ചെയ്യുന്നത്? വീണ്ടും നാളെ ഭക്ഷണം കിട്ടുമെന്ന് വെച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എഴുത്തച്ഛൻ പറഞ്ഞത്, ചക്ഷുശ്രവണ ഗളസ്തമം ധർത്തുരം ഭക്ഷണത്തിനായി അപേക്ഷിക്കുന്നതുപോലെ. അത് വളരെ പ്രയാസകരാണ്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. മരിക്കാറായാലും ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിച്ചാൽ വിഷമല്ലേ? എന്താ വെച്ചാൽ ജീവൻ പോണ സമയത്തും ഇനി കുറച്ച് ഖരായിട്ടുള്ള ഭക്ഷണം കഴിക്കണം എന്നൊക്കെ മോഹം തോന്നിയാൽ ചിലപ്പോൾ മരിക്കാൻ സമയം വൈകുക ഉണ്ടാവുക. അപ്പൊ ശരീരം വിടാനാ പ്രയാസം ഉണ്ടാവുക. ഇവിടെ അതുപോലെ മനഃശുദ്ധിക്കും ലോകത്തിലെ സർവ്വഗുണങ്ങൾക്കും വേണ്ടി നമുക്ക് ഭഗവാനിലേക്ക് എത്താനുള്ള ശ്രീമദ് ഭാഗവതാണ്. അത് പരീക്ഷിത്തോട് കഥയോധാനായി ശുഗൻ ഒരുന്തവയെ സുധാകുംഭം കയ്യിലേന്തി നിരന്നാറ് സഭയിൽ സുരർ. ഈ ദേവലോക തുല്യമായിട്ടുള്ള ദേവന്മാർക്ക് ആ ലോകത്ത് കയ്യിലുണ്ടായിട്ടും ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷത്തിനോട് ഭാഗവതം പറയാൻ പോണോന്ന് കേട്ടപ്പോ, ആ ഭാഗവതമാകുന്ന ജ്ഞാനത്തെ ഞങ്ങൾക്ക് തരൂ, ഈ അമൃതാകുന്ന കുംഭത്തെ അങ്കി തരാം. ദേവന്മാര് വന്ന് പറഞ്ഞു. ദേവന്മാര് വന്ന് ശ്രീശുഖബ്രഹ്മർഷിയോട് പറഞ്ഞപ്പോ, സാധാരണ നമ്മളൊക്കെ ലോകത്ത് ബാർട്ടർ സിസ്റ്റം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒന്ന് കൊടുക്കുക, വേറൊന്ന് വാങ്ങിക്കുക. പക്ഷേ ശ്രീമദ് ഭാഗവതം അങ്ങനെ ഒന്ന് കൊടുത്തൊന്ന് വാങ്ങിക്കേണ്ടതല്ല എന്ന് ശ്രീശുഖബ്രഹ്മർഷിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. മാത്രമല്ല, കച്ചവട മനസ്ഥിതി എന്ന് പറയുന്നത് ഒന്ന് കൊടുത്തൊന്ന് മേടിക്കുക എന്നുള്ള മാറ്റുള്ളതല്ല എന്നറിയാവുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ശ്രീശുഖബ്രഹ്മർഷി പതുക്കെ ഒന്ന് ചിരിച്ചു. എവിടെയും അദ്ദേഹം ചിരിച്ചു എന്ന് എവിടെയും പറയുന്നില്ല കേട്ടോ, വളരെ അപൂർവമായിട്ടേ പറയുന്നു. ശ്രീശുഖബ്രഹ്മർഷി ഇവിടെ ഈ കാര്യം കേട്ടപ്പോ അദ്ദേഹത്തിന് പതുക്കെ ഒരു ചിരി വന്നു. എന്താ വെച്ചാൽ ദേവന്മാരുടെ ബുദ്ധി അദ്ദേഹം ആലോചിച്ചു പോയി. ഈ അമൃത് കൊടുത്ത ഭാഗവതം കിട്ടും. നമ്മളൊക്കെ അങ്ങനെ പറയുക, ഭാഗവതത്തിന് എന്താ വില എന്ന് ചോദിക്കില്ല. ഭാഗവത പുസ്തകത്തിനാ വില എന്നാണ് വിചാരം. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല. ഭാഗവതത്തിന്റെ വില നമുക്ക് കൽപ്പിക്കാൻ പറ്റില്ല. അത് ശ്രീശുഖബ്രഹ്മർഷിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ കാരണം അദ്ദേഹം ഇത് തന്റെ ജീവിതത്തിൽ അനുഭവവേദ്യയാക്കിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഈ മാറ്റം ചെയ്ത് ഈ സുതയെ പാനം ചെയ്യട്ടെ മന്നവൻ. അവർക്ക് പരീക്ഷത്തിന് ഇത് കുടിക്കാൻ കൊടുത്താൽ മതി. മനുഷ്യരായ അങ്ങനെയല്ലേ? ഇപ്പൊ അദ്ദേഹത്തിന് കാലസർപ്പത്തിന്റെ അല്ലെങ്കിൽ തക്ഷകന്റെ കടിയിൽ നിന്ന് രക്ഷ നൽകണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുത്താൽ മതി. ഞങ്ങളെ പോലെ തൃദശനായിട്ട് ഇരിക്കാൻ സാധിക്കും, ജരാതരയില്ലാണ്ട് ഇരിക്കാൻ സാധിക്കും. കഥയങ്ങ് എങ്ങ് പീയൂഷം രത്നമെങ്ങ് കല്ലയും ഇത്തമുള്ളിൽ നിരച്ചൊന്നു ചിരിച്ചു ശുഗമാമുനി. അതൊക്കെ ചിരിച്ചു അദ്ദേഹം. എന്നിട്ടോ അഭക്തരവനെന്നായി കണ്ടേയില്ല കഥാമൃതം. അവർക്ക് ഭക്തിയില്ല എന്നുള്ള കാര്യം മനസ്സിലായി. നമുക്ക് തീർച്ചയായും നമുക്ക് തുല്യമായിട്ടുള്ളത് നമ്മൾ തന്നെയാണ്, നമുക്ക് ബോധമുണ്ട് അല്ലേ? അതേമാതിരിയാണ് ഭാഗവതത്തിന് തുല്യമായിട്ട് ഭാഗവതം മാത്രമേ ഉള്ളൂ എന്ന് അത് ശ്രീശുഖബ്രഹ്മർഷിക്ക് അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ദേവന്മാരെ മറ്റൊന്ന് വെച്ച് മാറ്റേണ്ട കാര്യമില്ല. തഥാ പരീക്ഷത്തിൽ മോക്ഷത്തെ കണ്ടു വിസ്മിതനായി സ്വർലോകത്തിൽ ത്രാസിലിട്ടു പരീക്ഷിച്ചാൻ ഇതിന്ധനം. വേറൊരു കാര്യം കൂടി ബ്രഹ്മാവ് ചെയ്തു. ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ മഹത്വത്തെ ഋഷിമാരോട് പറയുമ്പോൾ അദ്ദേഹം ഈ രണ്ട് കാര്യങ്ങളും ഓർത്തു മനസ്സിലെ. സ്വതമാശൻ പറയാണ്, പരീക്ഷത്തിന് മുക്തി കൊടുക്കുന്നതാണല്ലോ ഭാഗവതം. എന്റെ കനം എത്രയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ച ബ്രഹ്മാവ് തന്റെ സദസ്സില് ഒരു ത്രാസിൽ വെച്ച് ഭാഗവതത്തെയും മറ്റു ലോകത്തിലെ എല്ലാ കാര്യങ്ങളെയും വെച്ച് നോക്കി. പക്ഷെ എന്നിട്ടും ഭാഗവതം ഇരിക്കണ തട്ട് അത് താന്നു തന്നെ ഇരുന്നു. അതിനെ ഉയർത്താൻ മറ്റൊന്നിനും സാധിച്ചില്ല, തുല്യാക്കാനും സാധിച്ചില്ല. അതുകൊണ്ട് മറ്റെല്ലാവരും തട്ടിന്മേൽ വെച്ചിട്ടും ഇതിനൊത്തതായി കാണാഞ്ഞപ്പോൾ വിസ്മയിച്ചാൻ അത്ര ഋഷികൾ. ബ്രഹ്മർഷികളായിട്ടുള്ളവരെ, ബ്രഹ്മസഭയിലുള്ളവരെ അവര് പോലും അത്ഭുതപ്പെട്ടു ബ്രഹ്മാവിന്റെ ഈ പണി കണ്ടിട്ട്. എന്നിട്ടോ നണ്ണിനാർ ഭഗവത് രൂപം ഈ ഭാഗവതമെന്നവർ. ഈ ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ ശരീരമാണ് എന്നവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗവതത്തിലെ 12 സ്കന്ധങ്ങൾ ഭഗവാന്റെ 12 അംഗങ്ങളായിട്ടാണ് സാധാരണ പുരാണ ആചാര്യന്മാരിൽ അവരും പ്രവചിക്കാറുള്ളത്. അതായത് പാദൗ പ്രഥമസ്കന്ധോ ദ്വിതീയോ ജാനിനീ സ്മൃതോ തൃതീയ സ്കന്ധിനി സ്കന്ധിനി ജ്ഞേയശ്ച കടിലുച്യതേ നാവിന്ദു പഞ്ചമം
വിദ്യാധൃതയം ഷഷ്ടം ഈരിത സപ്തമസ്തു പുര പ്രോക്തം അഷ്ടമ കണ്ഠ ഉച്യതേ സ്കന്ധൗ നവമസ്കന്ധോ ദശമോ മുഖമീരിതും കർണവക്ഷനാസികായുക്തം സർവാർത്ഥ പരിപൂരിതം ഏകാദശസ്തു ഉത്തമാംഗം ദ്വാദശോ ബ്രഹ്മരന്ധ്രകം. ഇങ്ങനെ ഭഗവാന്റെ ബ്രഹ്മരന്ധ്രമായിട്ടാണ് ദ്വാദശ സ്കന്ധത്തെ, ഭഗവാന്റെ ഉത്തമാംഗം എന്ന് പറയുന്നതായിട്ടുള്ള ശിരസ്സായോ മുഖമായോ ഒക്കെ പറയാം. അങ്ങനെ ആ ശിരസ് ഏകാദശം എന്ന് പറയുന്ന ഭാഗം. ഇങ്ങനെ പ്രഥമസ്കന്ധം മുതൽ ഭഗവാന്റെ ഏറ്റവും ഉത്തമാംഗം എന്ന് പറയുന്ന ശിരസ് വരെയുള്ള സകല അംഗങ്ങളുമാണ് ഓരോ സ്കന്ധങ്ങൾ. 12 സ്കന്ധങ്ങളും ഭഗവാന്റെ 12 അംഗങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഭഗവാന്റെ ശരീരമാണ് ശ്രീമദ് ഭാഗവതോടെ നമുക്ക് സമർപ്പിച്ചു തരിക. അപ്പൊ ഓരോ സ്കന്ധങ്ങളും നമുക്ക് എല്ലാം ശ്രവിക്കേണ്ടതാണ്. ഓരോ സ്കന്ധം ഉപേക്ഷിച്ച് വേറൊന്നും എടുക്കാം എന്ന് പറയാൻ ഓർത്തിയില്ല. അങ്ങനെയാണെങ്കിലേ ഭഗവാന്റെ ഒരു ശരീരത്തില് എല്ലാ അംഗങ്ങളും ഉണ്ടെങ്കിലേ പരിപൂർണമായിട്ട് നമ്മൾ പറയുക. കണ്ണുണ്ട്, പക്ഷെ കാതില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഉത്തമമാണ് പറയാൻ വയ്യ. അങ്ങനെ ഓരോ അംഗങ്ങൾക്കും ഇങ്ങനെ ഈ ഭക്തി സമ്പുഷ്ടമായിട്ടുള്ള ഈ ശ്രീമദ് ഭാഗവതത്തെ ഇവിടെ അതിന്റെ പ്രത്യേകതയെ പറഞ്ഞു കൊടുത്തിട്ട് പറയുകയാണ്. ഒരു താഴ് സനകാൻ തൊട്ടോർ സത്സംഗാർത്ഥം ഗമിക്കവേ. സനകാദി മഹർഷിമാരെ ഒരു സമയത്ത് ഗമിക്കുമ്പോ അവര് ശ്രീനാരദ മഹർഷിയെ വളരെ ദുഃഖിതനായിട്ട് കണ്ടു. ശ്രീനാരദ മഹർഷിയെ അവരെ അങ്ങനെ മ്ലാനവദനായിട്ട് കണ്ടപ്പോൾ ചോദിച്ചു, ശ്രീനാരദ, അങ്ങ് എപ്പോഴും സന്തുഷ്ടഹൃദയനായി വീണാപാണിയായി ശ്രീമന്നാരായണ മൂർത്തിയെ ഇങ്ങനെ പാടിപ്പോയിട്ട് നടക്കുന്ന ആളല്ലേ, എന്നിട്ട് എന്താണ് അങ്ങക്ക് ഇങ്ങനൊരു മ്ലാനത? ശ്രീനാരദ മഹർഷി അവരോട് ഈ ലോകത്ത് ഉണ്ടായ ഒരു സംഭവത്തെ പറഞ്ഞു, താൻ കണ്ടതായിട്ടുള്ളൊരു സംഭവത്തെ പറഞ്ഞു. ഞാൻ പല സ്ഥലത്തും ഹരിക്ഷേത്രം, കുരുക്ഷേത്രം, ശ്രീരംഗം, സേതുബന്ധനം പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചു. പക്ഷേ അങ്ങനെ ആ കണ്ട സമയത്ത് ഒരു യൗവനയുക്തയായിട്ടൊരു സ്ത്രീ 2 വൃദ്ധന്മാരായിട്ടുള്ള ആൾക്കാരെ തന്റെ മടിയിൽ വെച്ച് സങ്കടപ്പെടുന്നതായിട്ടാണ് കണ്ടത്. അങ്ങനെ അവരെ എന്നോട് ചോദിച്ചു, എന്താണ് ഇവരെ? എന്റെ മക്കളാണ്, ഇവരെ ഉണർത്താൻ എനിക്ക് സാധിക്കണില്ല. അമ്മ യൗവനയുക്തയായിരിക്കുക, മക്കൾ ഇങ്ങനെ വാർദ്ധക്യം ബാധിച്ചിരിക്കുക, ഇത് ലോക വ്യവഹാരത്തിൽ ഒരു യോജിച്ചതല്ല. അതുകൊണ്ട് ശ്രീനാരദ മഹർഷി എന്റെ ഈ സങ്കടത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. എന്റെ പേര് ഭക്തി എന്നാണ്, എന്റെ പുത്രന്മാരായിട്ടുള്ളവരെ ജ്ഞാനവൈരാഗ്യങ്ങൾ എന്നുള്ളവരാണ്. സത്യത്തിൽ ഭക്തിയുടെ ഉദാഹരണമായിട്ട് നാരദ ഭക്തി സൂത്രത്തിൽ ശ്രീനാരദ മഹർഷി തന്നെ പറയുന്നുണ്ട്. എന്ത്? ആ പുണ്യനാമാവലി ഉച്ചരിക്കെ കോരിത്തരിച്ചും മിഴിനീരണിഞ്ഞും വികാരമായി പാലിളകത്തരിത്തം ഇരുമ്പു കട്ടിക്കു സമാനമത്രയും. ഭഗവാന്റെ പേര് കേട്ടാൽ നമുക്ക് ശരീരം കൊള്ളമേർക്കൊള്ളും, കൊള്ളണം, അതാണ് ഭാരതീയന്റെ ലക്ഷണം. അങ്ങനെ നാരദ ഭക്തി സൂത്രത്തിൽ വളരെ ശ്രേഷ്ഠമായിട്ട് പറയുന്ന ശ്രീനാരദ മഹർഷിക്ക് പോലും ഭക്തി ദേവിയെ കണ്ടിട്ട് അവിടെ വെച്ച് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഭക്തി ദേവിക്ക് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് അറിഞ്ഞില്ല. അതാണ് കലി ബാധിച്ചാലുള്ള ദോഷം. വേണ്ട സമയത്ത് വേണ്ടത് തോന്നാതിരിക്കുക. നമുക്ക് എത്രയൊക്കെ ഗുണഗണങ്ങൾ ഉണ്ടെങ്കിലും അത് ചിലപ്പോൾ പ്രകാശിപ്പിക്കാൻ സാധിക്കാതെ വരിക. അങ്ങനെ ശ്രീനാരദ മഹർഷിക്ക് എന്താണ് അവരെ രക്ഷിക്കാൻ വഴി എന്ന് പലതരത്തിലും ആലോചിച്ചു. ശ്രീനാരദ മഹർഷി അവരെ ഉണർത്താൻ നോക്കിയിട്ട് യാതൊരു വിധത്തിലുള്ള ഗുണങ്ങളും അദ്ദേഹത്തിന് സാധ്യമായില്ല. അദ്ദേഹം വേദാന്തങ്ങള് ഒക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് തീരുമാനിച്ചു. കൂടാതെ ഇങ്ങനെ ഒരു ദുഃഖം ഉണ്ടാവാനുള്ള കാരണം അദ്ദേഹം മനസ്സിലാക്കി കൊടുത്തു. ഇത് കലിയാഗതമായത് കൊണ്ടാണ്, ശ്രീകൃഷ്ണ പരമാത്മാവ് ഭൂമിയിൽ നിന്നും പിരിഞ്ഞു പോയത് കൊണ്ടാണ് ഈ ദുഃഖം വന്നത്. അപ്പോ ഉടനെ ചോദിച്ചു, പരീക്ഷിത്ത് എന്ന മഹാരാജാവ് കലിയെ എന്തിനാ കൊല്ലാതെ വിട്ടത് എന്ന് ചോദിച്ചു. അപ്പോ ശ്രീനാരദ മഹർഷി പറഞ്ഞു, മറ്റെല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ചിട്ടും ഒരു തരത്തിലും യാതൊരു ഗുണങ്ങളും ചിലപ്പോൾ ഉണ്ടായില്ല എന്ന്. പക്ഷേ കലികാലത്ത് നാമപാരായണ പ്രീതം, എങ്ങനെയാണോ വണ്ടുകള് അതിന്റെ ശ്രേഷ്ഠമായിട്ടുള്ള മധുവിനെ മാത്രം പൂവിൽ നിന്ന് എടുക്കുന്നത്, അവരുടെ കാലുകൾ വളരെ മൂർച്ചയുള്ളതാണ്, കൊമ്പുകൾ മൂർച്ചയുള്ളതാണ്. പക്ഷെ അവർ ആ പുഷ്പത്തിന്റെ ഒരു ദളങ്ങളിൽ ചെന്നിരിക്കുമ്പോ ഒരു ദളത്തിന് പോലും പോറലേൽക്കുക. പക്ഷെ എന്നിട്ടോ അവര് സാരമായിട്ടുള്ള വസ്തു എന്താണോ ആ മധുവിനെ മാത്രം അവിടുന്ന് എടുത്തുകൊണ്ടിരുന്നു. അതുപോലെയാണ് കലികാലത്ത് മനുഷ്യരെ മറ്റെല്ലാ കർമ്മങ്ങളും അഷ്ടാംഗ യോഗങ്ങളോ മറ്റൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഭഗവത് സ്മരണയോടുകൂടി ഭക്തിയോടുകൂടി ഉപാസിച്ചു കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് എത്താനുള്ള ഒരൊറ്റ വഴിയുണ്ട്. കൃതത്രേത ദ്വാപര കലി എന്ന ചതുര്യുഗങ്ങളിൽ കൃതയുഗത്തിൽ വളരെയധികം തപസ്സും സത്യവും വളരെ പ്രാധാന്യമുള്ളതാണ്. അതിന് ഒരു ലേശം ചുതി വന്നാൽ അത് മാറ്റും. അതുകൊണ്ട് ത്രേതായുഗത്തിലേക്ക് മാറ്റും.
അങ്ങനെ ധർമ്മത്തിന് ഒരല്പം കാൽഭാഗം ഗ്ലാനി സംഭവിച്ചപ്പോൾ അതിന് ത്രേത എന്നുള്ള പേരിട്ടു. പിന്നെ വീണ്ടും അതിൽ നിന്ന് ഒരു കാൽഭാഗം നീങ്ങിയ സമയത്ത് അത് ദ്വാപര. അവസാനം കാൽഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. അതാണ് കലി. ആ ധർമ്മത്തിന്റെ കാൽഭാഗം എന്ന് പറയുന്നത് മറ്റൊരു തപസ്സുകളും മറ്റൊരൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇങ്ങനെ ശിഖട്ട പരമാത്മാവിനെ ഉപാസിക്കാനോ ശ്രവണം ചെയ്യാനോ മനനം ചെയ്യാനോ നാമസങ്കീർത്തനം ചെയ്യാനോ ഇടവന്നാൽ മറ്റെല്ലാ യോഗചര്യകളുടെ ഫലവും ഇതുകൊണ്ട് സിദ്ധിക്കും. അത് കലിയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഈ കലികാലം വളരെ ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കി കലിയെ അദ്ദേഹം ഉപേക്ഷിച്ചു. അദ്ദേഹം കൊല്ലാതെ വിട്ടു. അല്ലെങ്കിൽ കലി അദ്ദേഹത്തിന് മറികടക്കാൻ സാധിച്ചില്ല, അഭിതവിക്കാൻ സാധിച്ചില്ല. പക്ഷെ കലിയിൽ അദ്ദേഹം സംവദിച്ചു എന്നുള്ള കാരണത്താൽ അദ്ദേഹത്തിന് ചില ചുതികൾ വന്നു. അതാണ് നാളെ ശ്രീമദ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ ആ പരീക്ഷത്തിന് ചുതി വരാനിട വന്ന ഒരു കാരണത്തെ ഓർമ്മിച്ചുകൊണ്ട് ഭക്തി ദേവിയെ ഒന്ന് ഉണർത്താൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അസാധ്യമാണെന്ന് തോന്നുന്നു. അപ്പോഴാണ് ശ്രീനാരദ മഹർഷി ഭക്തിയിൽ ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് സനകാദികൾ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ 2ാമത്തെ അധ്യായത്തില് അതിഗംഭീരമായിട്ട് ശ്രീനാരദ മഹർഷി ഏറ്റവും ദേവർഷയെ ചിന്ത വേണ്ടേതും സന്തോഷം കൊണ്ടുകൊള്ളുക നീ, എളുപ്പമാർഗമുണ്ടല്ലോ മുമ്പോതായുള്ളതായതിൽ. അഹോ നാരദ ധന്യൻ നീ, വിരക്തന്മാരിൽ അഗ്നിമൻ, ഭക്തി യോഗത്തിന്റെ സൂര്യൻ, കൃഷ്ണഭക്തരിൽ ഉത്തമൻ. ശ്രീനാരദ മഹർഷിയെ ആരാണ് പറയുന്നത്? സനകാദികൾ പറയാണ്. ഭക്തിയർത്ഥം നിൻ യജ്ഞത്തിൽ എന്തുള്ളൂ ചിത്രമോർക്കുകിൽ, യുക്തൻ താൻ കൃഷ്ണദാസന്നു ഭക്തിതൻ സ്ഥാപനോദ്യമം. അങ്ങക്ക് സാധിക്കും ഭക്തി ദേവിയെ വേണ്ടതുപോലെ സ്ഥാപിക്കാൻ. ഋഷിമാർ പല മാർഗങ്ങൾ ചൊന്നിട്ടുണ്ട്, അവയൊക്കെയും ശ്രമസാധ്യങ്ങൾ വിൻപൂകാമെന്നേ തൽഫലമായി വരൂ. വൈകുണ്ഠ സാധകം മാർഗം ഗോപ്യമായി തന്നെ നിൽക്കയാം, അത് ചൊല്ലിത്തരുന്നോനോ ഭാഗ്യം കൊണ്ടേ ലഭിച്ചിടൂ. അനേക ജന്മസമ്പ്രാപ്തോ ഭഗവാൻ പറയുന്നുണ്ട്. അനേക ജന്മാർജിത സുഹൃതം കൊണ്ടാണ് ഭഗവാൻ പറയും ഭഗവാനെ ആശ്രയിക്കാനോ ഭഗവാന്റെ സ്വരൂപത്തെ ധ്യാനിക്കാനോ ഒക്കെ സാധിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യ ജന്മം തന്നെ സിദ്ധിക്കുന്നു. അങ്ങനെയുള്ള ആ സനകാദികള് പറയാണ് അത് ചൊല്ലിത്തന്നോൻ ഭാഗ്യം കൊണ്ടേ ലഭിച്ചിടൂ. അങ്ങനെ വൈകുണ്ഠ സാധകമായിട്ടുള്ള കാര്യം എന്താണ്? ദുഃഖമില്ലാത്ത ലോകത്തെ പറയുന്നത്. അങ്ങനെയുള്ള ഒരു സത്സംഗം എന്ന് പറയുന്നത് വളരെ വിരളമായിട്ട് ലഭിക്കും. ആകാശവാണി നിർദ്ദേശിച്ചുള്ളൊരു കർമ്മം ആദ്യമായി കഥിക്കാമത് കേട്ടാലും സശ്രദ്ധം കൃഷ്ണചിത്തനായി. ദ്രവ്യയജ്ഞ തപോയോഗ വേദപാഠാദിയജ്ഞവും ജ്ഞാനയജ്ഞാദിയും കർമ്മബഹുളം കൃച്ഛ്രസാധ്യവും വിദ്വത്സമ്മതമം ജ്ഞാനയജ്ഞം സത്കർമ്മ സൂചകം ശുകാതീതം ശ്രീ ഭാഗവത സത്കഥതന്നയം. അതുകൊണ്ട് വേറൊന്നും അനുഷ്ഠിക്കണ്ട. മറ്റ് കൃച്ഛ്രസാധ്യങ്ങളായിട്ടുള്ള വ്രതങ്ങൾ അനേകമുണ്ട്, തപശ്ചര്യകൾക്ക് വേണ്ടിയുള്ള യോഗശാസ്ത്രങ്ങൾ അനേക തരത്തിലുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലെങ്കിലും ശ്രീശുഖബ്രഹ്മർഷി പാനം ചെയ്തതായ പാടിപ്പുകഴ്ത്തിയതായ ഈ ഭാഗവതത്തെ ഉപാസിച്ചാൽ മതി. തദ്ഘോഷത്താൽ ജ്ഞാന വൈരാഗ്യം തന്നെ അഴനീങ്ങിടും, സുഖം ഭക്തിയും ഉണ്ടാവും മൂവർക്കും ബലമേകിടും. ശ്രീ ഭാഗവതനാഥത്താൽ കലിദോഷങ്ങളൊക്കെയും ചെന്നായി സിംഹനാഥത്താൽ എന്ന മുൽപ്പാൻ വിളിച്ചിടും. സിംഹത്തിന്റെ നാദത്തിൽ എങ്ങനെയാണോ മറ്റു മൃഗങ്ങളൊക്കെ അരണ്ട് മേടിക്കുക, അതേപോലെ ശ്രീമദ് ഭാഗവത ഗർജനം കേട്ടാൽ മറ്റെല്ലാ കലിദോഷങ്ങളും കലിഭയങ്ങളും എല്ലാം ഭയന്നോടും. ജ്ഞാനവൈരാഗ്യതമം ഭക്തിയാം പ്രേമവാഹിനി, ഗേഹം തോറും ജനം തോറും ഒഴുകും തരസാമുനേയും. അങ്ങനെ കലിഭയം നീങ്ങി സർവരും ഗംഗാജലം എങ്ങനെയാണോ പ്രോക്ഷണത്വം ചെയ്യുമ്പോഴും സ്നാനം ചെയ്യുമ്പോഴും പുണ്യം നൽകുന്നത്, അതുപോലെ എല്ലാവർക്കും ഈ ഭാഗവത ധാര സകല സൗഭാഗ്യങ്ങളും നൽകും. ഇങ്ങനെ ശ്രീനാരദ മഹർഷി പറയാണ്, വേദം വേദാന്തവും ഗീതാപാഠവും കൊണ്ട് ശ്രീന്ദ്രേ ഭക്തിജ്ഞാന വിരാഗങ്ങൾ ഉണർന്നില്ലെന്നത് ഓർക്കുകയിൽ. അതൊന്നും പറഞ്ഞിട്ട് ഈ വേദവേദാന്തങ്ങളും ഗീതാരഹസ്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടും അവർ ഉണർന്നില്ല. ശ്രീമദ് ഭാഗവതാലാപം കൊണ്ടുണർത്തുക സാധ്യമോ? ശ്രീനാരദ മഹർഷിക്ക് വേണ്ടി ഒരു സംശയം ജനിച്ചു. നമുക്കൊക്കെ ഉള്ള കാര്യമാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ദുഃഖമാണോ ഉണ്ടാവുക, സുഖമാണോ ഉണ്ടാവുക, ദോഷമാണോ ഉണ്ടാവുക, നല്ലതാണോ ഉണ്ടാവുക, അതേപോലെ ഭാഗവതം കേട്ടാൽ ശരിയാവുമോ? അപ്പോഴാണ് സനകാദികളെ ഒരു കഥ പറഞ്ഞു കൊടുത്തു. ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ട് ശ്രീനാരദ മഹർഷി അവരെ വേണ്ടതുപോലെ വന്ദിച്ചു സ്തുതിച്ചു. സംസാരദത്തരുടെ ദുഃഖമശേഷമാകും കണ്ടാൽ നശിച്ചു ശുഭാഗമവന്നിരുന്നോ ശേഷാരണ സ്രോതകഥാമൃതഗ്രഹല്ലോ തദ്ഭക്തി സത്സുതയൊതുക്കുക ഞാൻ നമിപ്പൻ. പൂർവാർജിതം സുഖസഞ്ചയമെന്നുകൊണ്ടേ സത്സംഗമം ഭവിക്കയുള്ളു നൂലം. അജ്ഞാനജം കൊടിയ മോഹമകറ്റി ബോധമേകുന്നതിനോ കഴിവിനെ വരുള്ളൂ. നമുക്ക് എല്ലാവർക്കും പൂർവാർജിതമാകുന്ന ചില സുഹൃതങ്ങളെ കൊണ്ടാണ്
സത്സംഗം ഭാഗ്യം വരുന്നത്. അതുകൊണ്ടാണ് സത്സംഗമം ഭവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള സനകാദികളെ പോലുള്ള ഒരു മഹർഷിമാരെ കാണാൻ ഭാഗ്യം സിദ്ധിച്ച ഞാൻ യഥാർത്ഥത്തിൽ ഹതഭാഗ്യനല്ല, ശ്രേഷ്ഠനാണ്. ശിനാരദ മഹർഷിക്ക് ഉറപ്പായി. അങ്ങനെ എല്ലാ ക്ലേശങ്ങളെയും അകറ്റാൻ ശ്രീമദ് ഭാഗവതത്തിന്റെ ഒരു ചെറിയ ഒരു കഥ, എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളൊരു കഥയാണ്. ആത്മദേവൻ എന്ന ബ്രാഹ്മണന്റെ കഥ, തുംഗഭദ്രാ നദീതീരത്തിൻ്റെതായിട്ടുള്ള കഥ. അവിടെ അദ്ദേഹത്തിന് സന്തതി ജനിക്കാതെ വരുന്നതും ഗൃഹസ്ഥനായിട്ട് ഗാർഹസ്ഥ്യം എന്ന ദുഃഖം അനുഭവിക്കുമ്പോൾ അദ്ദേഹത്തിന് സന്തതി ഇല്ല എന്നുള്ള ദുഃഖം കൊണ്ട് സന്തതി ജനിക്കാൻ എന്താണ് വഴി എന്ന് ആലോചിച്ച് അദ്ദേഹം വനാന്തരത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ഋഷിയാകുന്ന ബ്രാഹ്മണനെ കാണുന്നതും അദ്ദേഹം ജീവിതത്തിന്റെ നശ്വരതയെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് അതുകൊണ്ടൊന്നും ക്ലേശം നീങ്ങിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരി, അങ്ങനെ സന്തതി ഉണ്ടാവാൻ ഞാൻ എൻ്റെ അനുഗ്രഹമാകുന്ന തപോബലത്തെ നൽകാം. പക്ഷെ ആ പഴത്തെ കൊണ്ടുവന്ന് ആത്മദേവന്റെ പത്നിക്ക് കൊടുത്തപ്പോ പത്നി അത് നിരാകരിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് സ്വീകരിച്ചു. പക്ഷെ അത് ഭുജിച്ചില്ല. ആ പ്രസാദം സ്വീകരിച്ചാൽ താൻ ഗർഭവതിയാകേണ്ടി വരും, തനിക്ക് തന്റെ സൗന്ദര്യം നശിക്കും, പലതരത്തിലുള്ള വ്യാകുലതയും ആ സ്ത്രീയെ അലട്ടി. അങ്ങനെ ആ ദുന്തിരി അത് ഉപേക്ഷിച്ചു. ആത്മദേവന്റെ പത്നി അത് സ്വീകരിച്ചില്ല. ഈ ഫലത്തെ തന്റെ ഗൃഹത്തിൽ പ്രസവിക്കാതെ നിൽക്കുന്നതായിട്ടുള്ള ഒരു പശുവിനെ നൽകി. തനിക്ക് തന്റെ സഹോദരിക്ക് പത്നി ജനിച്ചു കഴിഞ്ഞാൽ, പുത്രൻ ജനിച്ചു കഴിഞ്ഞാൽ അതിനെ തനിക്ക് നൽകി തന്റെ പുത്രൻ മരിച്ചുപോയി എന്ന് പറയാം എന്ന് വിചാരിച്ചുകൊണ്ട് പണത്തിന് മോഹമുള്ളതായിട്ടുള്ള അനിയത്തിയുടെ ഭർത്താവിന് അവരെ പണം നൽകി. കുഞ്ഞിനെ പാല് കൊടുക്കാൻ വേണ്ടി അവളെ ഏൽപ്പിക്കുന്നത് പോലെ ഏൽപ്പിച്ചു. പക്ഷേ വളർത്തിയതും ജീവൻ നൽകിയതും എല്ലാം ദുഷ്ടഹൃത്തും ദുഷ്ടചിത്തമുള്ളതായതുകൊണ്ട് ആ പുത്രൻ വളരെ മഹാദുഷ്ടനാണ്. ഋഷിയുടെ ഫലം ലഭിച്ച പശുവിന് ജനിച്ചതായിട്ടുള്ള പുത്രൻ ഗോകർണൻ വളരെ ശ്രേഷ്ഠനാണ്. ആത്മദേവൻ യഥാർത്ഥത്തിൽ തനിക്ക് ജനിച്ചതായിട്ടുള്ള ആ പുത്രനെ കൊണ്ട് ഒരു ഭാഗം കൊണ്ട് ഗുണങ്ങൾ അനുഭവിച്ചു, ഗോകർണനെ കൊണ്ട് മറ്റു പുത്രനെ കൊണ്ട് വളരെയധികം സങ്കടങ്ങൾ അനുഭവിച്ചു. അങ്ങനെ ആത്മദേവന്റെ ആ സങ്കടം അദ്ദേഹം തപശ്ചര്യയിൽ ഏർപ്പെടാൻ വന്നു. പക്ഷേ സത്യത്തിൽ അമ്മയെയും അച്ഛനെയും പോലും ഉപദ്രവിക്കുന്ന പുത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുപുത്രോ ജായതേ കുമാതാന ഭവതി എന്നാണ് പറയുന്നത്. അമ്മമാര് ചീത്തയാവാറില്ല. അതുകൊണ്ട് ഈ അമ്മയ്ക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ടാവാം, തന്റെ പുത്രനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണേ. അമ്മയെ തന്നെ അടിച്ചപ്പോഴും അദ്ദേഹത്തിന് വിഷമം തോന്നിയിട്ട് അമ്മ വിചാരിച്ചിട്ടുണ്ടാവാം എങ്ങനെയെങ്കിലും ഈ പുത്രൻ നേരെയാവുന്നു. പക്ഷെ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ നേരെയായില്ലെങ്കിലും മരണാനന്തരം അദ്ദേഹത്തിന് ആ അമ്മയുടെ ആശീർവാദം കൊണ്ടാണോ എന്നറിയില്ല, തന്റെ സഹോദരനാകുന്ന ഗോകർണനെ പ്രേതസ്വരൂപിയായിരിക്കുന്ന സമയത്ത് വന്ന് കാണാനിട വന്നു. സനകാദികൾ പറയുകയാണ്, ആ പ്രേതഭാവത്തിലുള്ള ആളായാലും ശരി, ഗോകർണൻ തന്റെ ആശ്രമവാടത്തിലേക്ക് കയറി വന്നതായിട്ടുള്ള പുത്രന് പ്രേതസ്വരൂപിയായിട്ടുള്ള ആൾക്ക് പോലും മോക്ഷം കൊടുക്കാൻ, മുക്തി കൊടുക്കാൻ തയ്യാറായി ഭഗവത് പ്രേമിയായ ആ ഗോകർണൻ ആ ഭാഗവത കഥയിലൂടെ 7 അഗസ്തുകളായി അദ്ദേഹത്തിന് സകല സൗഭാഗ്യങ്ങളും നൽകി, വൈകുണ്ഠമാകുന്ന ലോകം നൽകി. ഇങ്ങനെ മരണമെന്നല്ല, ജരാനര എന്നല്ല, അതിനെപ്പോലും പ്രേതഭാവത്തിലുള്ള ആളെന്നല്ല, ശരീരം നശിച്ച ഒരാൾക്ക് പോലും ശ്രീമദ് ഭാഗവതം സകല പുണ്യങ്ങളും നൽകും ശ്രീനാരദ. അതുകൊണ്ട് ഇദ്ദേഹത്തിന് രാജകൊട്ടാരത്തിൽ നിന്ന് ധനങ്ങളെല്ലാം മോഹിച്ചുകൊണ്ട് തന്റെ പത്നിമാർക്ക് വീതിച്ചു കൊടുത്തിട്ട് പോലും അവരെന്താണ് ചെയ്തത്? തന്റെ ഭർത്താവ് ഇത് രാജഭണ്ഡാരത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്നാണ് തനിക്ക് തന്നതെങ്കിൽ രാജഭടന്മാരിവിടെ നമ്മളെ ഉപദ്രവിക്കും. അതുകൊണ്ട് ആത്മദേവന്റെ ആ ദുഷ്കൃതികരമായ കർമ്മങ്ങൾ ചെയ്യുന്ന പുത്രനെ ആ അഭിസാരിക തുല്യമായിട്ടുള്ള വധുക്കള് വായിൽ തീക്കൊള്ളി വെക്കലും കൈകാലുകൾ ബന്ധിക്കുകയും പിച്ച് ചീന്തി അദ്ദേഹത്തെ ദുർമരണം ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരം ദുഃഖിച്ചിട്ടാണ് പിരിഞ്ഞു പോയത് അദ്ദേഹം. അതുകൊണ്ട് ദുഃഖലോകങ്ങളാണ് നേടാനുള്ളത്. അപ്പൊ നമ്മൾ സന്തോഷകരമായി ജീവിതം നയിക്കണം, സന്തോഷകരമായി മരണത്തെയും വരിക്കണം. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ ധീരനായിട്ട് ജീവിച്ച് മരിച്ചു പോകുമ്പോൾ ധീരനായിട്ട് തന്നെ ശരീരത്തെ വെടിയാൻ സാധിക്കണം. ഇങ്ങനെ സനകാദികൾ ഇവിടെ ശ്രീനാരദ മഹർഷിക്ക് ആത്മദേവന്റെയും അദ്ദേഹത്തിന്റെ പത്നിയുടെയും ഗാർഹസ്ഥ ജീവിതത്തെക്കുറിച്ചും എല്ലാം ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ഈ ഭക്തി ദേവിയെയും പുത്രന്മാരെയും തീർച്ചയായും അങ്ങക്ക് ശ്രീമദ് ഭാഗവതം എന്ന ഗ്രന്ഥത്തിലൂടെ രക്ഷിക്കാൻ സാധിക്കും എന്നൊരു കാര്യം ഓർമ്മിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഗോകർണന്റെ ഭക്തി, ഗോകർണൻ ഭാഗവതത്തെ ഉപാസിച്ച വിധി, അപ്പൊ ഈ ഇദ്ദേഹത്തിന് മാത്രമല്ലേ കിട്ടിയുള്ളൂ, മറ്റുള്ളവരൊക്കെ കേട്ടില്ലേ? അപ്പോഴാണ് 7 അഗസ്തുകളും ഭക്ഷണമില്ലാതെ ശ്രീകൃഷ്ണ രതി ജനിച്ച്
ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് ഗോകർണൻ എന്താണോ പറയുന്നത് അത് മാത്രം കേട്ടിരുന്ന, ഊണുറക്കങ്ങളില്ലാതെ എന്നതുപോലെ പ്രേതഭാവത്തിലാണെങ്കിലും രാത്രി മനനം ചെയ്തുകൊണ്ടും പകൽ സമയത്ത് ശ്രവണം ചെയ്തുകൊണ്ടും ഇരിക്കുന്നതായിട്ടുള്ള പ്രേതസ്വരൂപിക്ക് മുക്തി ലഭിച്ചു. മറ്റുള്ളവരെല്ലാം മനനം ചെയ്തില്ല, ശ്രവണം മാത്രമേ നടത്തിയുള്ളൂ. അപ്പൊ ഭാഗവത ശ്രവണം മാത്രമല്ല, മനനം ഉണ്ടായാലാണ് നിധിധ്യാസനത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. കേട്ട കഥകൾ കേട്ട സ്ഥലത്ത് അവിടെ ഉപേക്ഷിക്കാനുള്ളതല്ല, തന്റെ ജീവിതത്തിലേക്ക് പകർത്തി തനിക്ക് തന്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള അമൃതധാരയാണ്. അതുകൊണ്ട് ഇതെപ്പോഴും തന്നിലൂടെ ഒഴുകണം എന്ന ഭാവത്തിൽ ശ്രീമദ് ഭാഗവതത്തെ ഉപാസിക്കണം എന്ന് നമുക്കൊരു പാഠം നൽകുകയാണ്. പിന്നീട് ശ്രവണവിധി. ഇങ്ങനെ 6 അധ്യായങ്ങളായിട്ടാണ് ശ്രീമദ് ഭാഗവതത്തെ ഇവിടെ പറയുന്നത്. ചുരുക്കി കഥാരൂപത്തിൽ നമ്മൾ അനുസ്മരിച്ചു. ഇനി ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രത്യേകത അത് നാളെ മുതൽ ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുകയാണ്. 7 അഗസ്റ്റുകളായി ഈ വിവേകാനന്ദ കേന്ദ്ര കൊടുങ്ങല്ലൂർ ഈ സ്ഥലത്ത് നടത്തുന്നതായ ഈ പുണ്യഭൂമിയിൽ സ്വാമി വിവേകാനന്ദരെല്ലാം പ്രവേശിച്ച ഈ ഭൂമിയിൽ വെച്ച് നടത്തുന്ന ഈ സത്കർമ്മത്തെ എങ്ങ് ദൂരെ ഇരുന്നാണെങ്കിലും ശരി ഉപാസിക്കാൻ സാധിക്കുന്ന ഓരോ സുഹൃതശാലികൾക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യാതിരേകം ഉണ്ടാകട്ടെ. ഇവിടെ വന്ന് ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്നവർക്കും സകല സൗഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. രഥാരമണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശംഭോ ശങ്കര ഗൗരീ വല്ലഭ ശരണം മേ തവ ചരണയുഗം തവ സദാ ശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം देवी महेश्वरी पार्वती चंदे शरणं मे तव चरणयुगं त्वचानि करवाणुते मे तव चरणयुगं कायं मनो बुद्धिकलिन्द्रियങ്ങൾ വാഗാദിയും കൊണ്ടുമേതേത് കർമ്മം സ്വരീതി പോലെ ചെയ്യുവതൊക്കെ അർപ്പിച്ചിടുന്നു. നവദാംബുജത്തിൽ അർപ്പിച്ചിടുന്നു ശ്രീകൃഷ്ണപദാംബുജത്തിൽ. നാളെ 6 മണിക്ക് വിഷ്ണു സഹസ്രനാമത്തിൽ 6:30 ശിവൻ ഭാഗവത പാരായണം. 8:30 വരെ പാരായണവും പ്രഭാഷണവും ഉണ്ടാവും. ശേഷം 9 മണിക്ക് ശേഷം പാരായണം ആരംഭിക്കും. ഏകദേശം 12:30 വരെ 2:45 നിർത്തും പാരായണവും പ്രഭാഷണം. 2 മണിക്ക് ആരംഭിക്കും. 4 മണിക്ക് അല്പസമയം വന്നു. 4:30 തുടങ്ങി 6:30 വരെ പാരായണം. ഇങ്ങനെയാണ് ഓരോ ദിവസത്തെയും ദിനചര്യകൾ വെച്ചിരിക്കുന്നത്. എല്ലാ ശ്രോതാക്കളും ഈ സമയത്ത് തൻ്റെ പ്രവൃത്തികളെല്ലാം അനുകൂലമാക്കി മാറ്റി യഥാശക്തി ഇവിടെ എത്തിച്ചേരണമെന്ന് ശ്രീകൃഷ്ണ നാമത്തിൽ അറിയിക്കുന്നു.